എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ ഇന്നലത്തെ പോലെ തന്നെ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് ചിന്തിക്കാം. വളരെ ശാന്തമായിട്ടായിരിക്കും. എൻ്റെ അറിവ് ശരിയെങ്കിൽ നാളെ രാത്രിയിൽ കർത്താവിൻ്റെ വലിയൊരു ദാസൻ TM കുരുവിള അവർകളാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ ചുമതലയല്ലേ? ഈ ന്യൂ ഇന്ത്യ സഭയുടെ പ്രധാന ചുമതല ആറേബ്രഹ അല്ലയോ? കേരളത്തിൻ്റെ ചുമതല TM കുരുവിള എന്ന് പറയുന്ന ബഹുമാന്യ കർത്തദാസൻ. അദ്ദേഹം നന്നായിട്ട് ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും വലിയ തിയോളജിയനുമാണ്. തന്നെയല്ല ആംഗലേയ ഭാഷയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും ഞാനും ഒത്തിരി കുറച്ചുകൂടെ അടുപ്പമായിരുന്നു. മുണ്ടൻകുഴിയിലെ തങ്കച്ചായന്. മാന്യ കർത്തദാസൻ കടന്നുപോയി അനുഗ്രഹിക്കപ്പെട്ടൊരു പിതാവായിരുന്നു. TM കുരുവിള അവർകളും ശ്രേഷ്ഠനായ കർത്തദാസൻ. നാളെ ദൈവം അയക്കട്ടെ, ദൈവം തന്നെ ശക്തീകരിക്കട്ടെ. അദ്ദേഹം ഭാഗ്യകാര്യമൊക്കെ പറയും. എന്തായാലും ഇന്ന് രാത്രിയിലും ഇങ്ങനെ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഏവർക്കും വളരെ പരിചിതമായ തിരുവെടുത്താണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. ഒരപേക്ഷ മോനെ, പാട്ട് പാടുമ്പം പാട്ടിൻ്റെ ശബ്ദവും ഇതെല്ലാം മേളിൽ നിൽക്കണം, ഇതെല്ലാം താഴെ നിൽക്കണം. എന്നിട്ട് ഇവർക്ക് ഇവർ കൈകാര്യം ചെയ്യുന്ന തബലയും ഈ കീബോർഡും പാടുമൊക്കെ വായിക്കാൻ ഞാൻ അവസരം കൊടുക്കും. അന്നേരം അതിൻ്റെ ശബ്ദം നന്നായിട്ട് വെച്ചോണം. എന്നിട്ട് ഞാൻ മിണ്ടുകയില്ല, അവരത് കൈകാര്യം ചെയ്യും. ഞാൻ പാടുമ്പം ഇങ്ങോട്ട് നോക്കണം, ഞാൻ പാടുമ്പം ഇതെല്ലാം താഴെ നിൽക്കണം. എൻ്റെ പാട്ടിൻ്റെ ശബ്ദവും വരിയും പദവും മേളിൽ നിൽക്കണം. ഇവിടെ മാത്രമല്ല, നീ എവിടെ പോയാലും അങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം വേദപുസ്തകത്തിൻ്റെ പ്രമാണം അങ്ങനെ. സംഗീതക്കാർ മുമ്പിലും ആണ്ടവനോട് എന്ന് പറയുന്നു. എന്നിട്ടാണ് ഇങ്ങനെ. അപ്പം ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. എൻ്റെ മെയ്യിൽ തുപ്പുന്ന എൻ മുഖത്ത് അടിക്കുന്നു. എൻ്റെ മെയ്യിൽ തുപ്പുന്നു എൻ മുഖത്ത്. എൻ്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. എൻ്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. കാടുകടൽ തേടി ഓടി കൂകി വിളിച്ചിടുന്നു. കാടുകടൽ തേടി ഓടി കൂകി വിളിച്ചിടുന്നു. എൻ്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ
ദയവായി എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ ദയവായി. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടെ വായിച്ച തിരുവെടുത്ത് ഏവർക്കും വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി വായിച്ച് ഒന്ന് സഹായിച്ചാട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവെടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രിയില് വായിച്ച തിരുവെടുത്ത് എല്ലാവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അതിലെ ആ പ്രാരംഭ ഭാഗത്ത് വായിച്ചത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, വാതിൽക്കൽ നിന്ന് മുട്ടുന്നു കർത്താവ് പറയുക. അതുകൊണ്ട് ഇന്ന് രാത്രി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം വാതിൽക്കൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ വാതിൽക്കൽ നിന്ന് യേശു കർത്താവ് മുട്ടുക, വാതിൽ തുറക്കാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ വാതിൽക്കൽ എന്തൊക്കെയുണ്ട് അത് വചനത്തിൽ നിന്ന് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, സത്യവേദ പുസ്തകം 66 പുസ്തകം അടങ്ങിയ ഈ പുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായവും വെളിപ്പാട് പുസ്തകം 22 അധ്യായവും. ഈ പുസ്തകങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്. അതിലൊന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏദൻ തോട്ടം, ജീവവൃക്ഷം, പഴയ പാമ്പ്. അപ്പം ഇങ്ങനെ എന്നെ ഇന്നും ഒരു സങ്കടം പോലെ പുള്ളിക്ക് അങ്ങ് നിരാശയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യവും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാമ്യമുണ്ട്. തന്നെയുമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ പലതിൻ്റെയും ആരംഭമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആരംഭിച്ച പലതിൻ്റെയും അവസാനമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉൽപ്പത്തിയിൽ. വെളിപ്പാട് വന്നപ്പോൾ ആകാശവും ഭൂമി ഇനി ഇല്ല, മാറിപ്പോയി. വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ടു. വെളിപ്പാട് വന്നപ്പോൾ ഇനി സമുദ്രം ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിൻ്റെ ആ പ്രവൃത്തിയെ കാണാം.
3-ാം അധ്യായത്തിൽ പാമ്പ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പിടിച്ചു കെട്ടി എന്നേക്കുമായി തകർക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം കടന്നു വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇനി മരണം ഉണ്ടാകത്തില്ല. ആദമനോട് ദൈവം പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, ശാപം വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാ, ഇനി ഒരു ശാപവും ഉണ്ടാകില്ല. അങ്ങനെ ഈ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയ ആളും വെളിപ്പാട് പുസ്തകം എഴുതിയ ആൾക്കാർ തമ്മിലൊരു യോജിപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം എഴുതിയത് ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇല്ലയോ? ആരാ മോനെ എഴുതി? ഓ, കൊട്ടുന്നല്ലാതെ ഉൽപ്പത്തി എഴുതിയത് ആരാ? ഇപ്പം അവർ ചിന്തിക്കുക, തന്നെ പ്രസംഗിക്കാൻ വിളിച്ചെങ്കിൽ താൻ പ്രസംഗിച്ചേച്ച് പോകണം, ഞങ്ങളെ വിളിച്ച കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നായിരിക്കും അത് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നോടൊന്നും പറയത്തില്ല, എന്നാലും ഉള്ളത്തിൽ. അപ്പം ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ മോശെ 5 പുസ്തകം എഴുതി. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, 5 പുസ്തകം എഴുതി. ഇതുപോലെ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ പുള്ളിയും 5 പുസ്തകം എഴുതി. ഇവർ തമ്മിലൊരു യോജിപ്പുണ്ട്. വെളിപ്പാട് പുസ്തകം എഴുതിയത് ആരാന്നറിയാമോ? ഉറക്കം പറ, ശരിയാ, ഉറക്കം പറ. യോഹന്നാൻ. എല്ലാം അറിയാം, പിന്നെ പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. പുള്ളി ഞാൻ പറയാൻ നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം എഴുതിയത് യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ 5 പുസ്തകം എഴുതി. നമുക്കറിയാം, ഒരു സുവിശേഷ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായങ്ങളുണ്ട്. പിന്നെ എഴുതിയത് 3 ലേഖനങ്ങളാണ്. അതിൽ യോഹന്നാന്റെ 1-ാം ലേഖനം 5 അധ്യായങ്ങൾ, 5 അല്ലേ? 5 ഒരു സംശയം. അപ്പൊ യോഹന്നാന്റെ 1-ാം ലേഖനം 5 അധ്യായം. പിന്നെ 2 ലേഖനം, അധ്യായം എന്ന് പറയേണ്ട ഒരു അധ്യായമാണ്. പിന്നെ എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22 അധ്യായം. അപ്പം 21-ഉം 22-ഉം 40 44. ഏത് പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത്? ഇരുപത്തൊന്നും 22-ഉം. എനിക്ക് കണക്ക് വലിയ തിട്ടമില്ല. 43 5-ഉം 48, 42-ൻ്റെ കൂടെ 2 കൂടെ 50. ഉൽപ്പത്തി പുസ്തകം യോജിപ്പുണ്ട്. ആട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ അത് തന്നെ പറയാൻ ഒത്തിരിയുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതിയ പുസ്തകമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ വളരെ ചെറുപ്പക്കാരൻ യോഹന്നാനായിരുന്നെന്നാണ് പറയുന്നത്. പല ശിഷ്യന്മാരുണ്ടല്ലോ, 12 പേര്. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ച 12 പേരെ തിരഞ്ഞെടുത്ത്. എന്നിട്ട് തന്നെ അതിലൊരുത്തൻ പിശാച. അപ്പം പിന്നെ പ്രാർത്ഥിക്കാതെ ഇലക്ഷനും വോട്ടും ഒക്കെ പിടിച്ച് സ്ഥാനമാനം പിടിക്കുന്നതിൽ 12-ൽ 11 പിശാച. കമ്മിറ്റി, കൗൺസില്, സെക്രട്ടറി, ട്രഷറർ ഒക്കെ ഉണ്ടല്ലോ. യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചേച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ യേശു പറഞ്ഞതാ, ഞാൻ ഒപ്പിച്ചതല്ല. അപ്പം ഈ പ്രാർത്ഥിക്കാതെ ഈ കൊന്തറാക്കൊടിയെല്ലാം ഒപ്പിച്ച് സഭകളിലൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ 12 ഉണ്ടെങ്കിൽ 11 മിണ്ടുകയില്ല. ഉള്ള കാര്യമായി പറയുന്നത്. ആട്ടെ, ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു നേർന്ന ഭക്തിയുള്ളൊരു യേശുവേ. രാത്രി മുഴുവൻ
നടപടിയില്ല. വേണ്ട വേണ്ട. എനിക്കും എടുത്ത് പാടാൻ വയ്യ. നിങ്ങൾ പാടുമെന്നാണ് ഞാൻ ധരിച്ചത്. എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? എന്തിനാ സ്കെയിലും കോമ്പസും ഒക്കെ പാടുന്നില്ല? അപ്പൊ ശ്രദ്ധിക്കുക, ആ ശിഷ്യന്മാരിൽ വളരെ ചെറുപ്പം യോഹന്നാൻ അപ്പോസ്തലനായിരുന്നെന്ന്. തന്നെയുമല്ല, നല്ല പ്രായത്തിലാണ് പുള്ളി മരിക്കുന്നത്. ഏറ്റവും താമസിച്ച് മരിച്ചതും സ്വാഭാവിക മരണവും യോഹന്നാൻ്റെയാണെന്ന്. തന്നെയല്ല, യോഹന്നാന് യേശുവിൻ്റെ അമ്മ മരിക്കുന്നത് വരെ അമ്മയെ സംരക്ഷിച്ചെന്ന്. എപ്പസോസിലുമൊക്കെ ഉണ്ടായിരുന്ന സഭയുടെ ശുശ്രൂഷകളൊക്കെ വളരെ ചെയ്ത് അങ്ങനെ നല്ലൊരു കർത്തൃദാസ് യോഹന്നാൻ. തന്നെയല്ല, ഇവര് ബന്ധുക്കളുമാണ്. യോഹന്നാൻ്റെ അപ്പൻ സെബദി, തൻ്റെ സഹോദരൻ യാക്കോബ്. തന്നെയുമല്ല, വേറൊരു വിശേഷത, ദുരുപദേശത്തിനെതിരെ നന്നായിട്ട് പ്രതികരിച്ചയാളാണ് യോഹന്നാൻ. ആ ഭാഗത്തേക്കൊന്നും ഇപ്പം പോകുന്നില്ല. യോഹന്നാൻ സുവിശേഷ പുസ്തകം എഴുതി അതെല്ലാം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. കാരണം യേശു ക്രിസ്തുവിൻ്റെ മാർബോട് ചേർന്നിരുന്ന് അവിടുന്ന് കേട്ട് പഠിച്ച് നിശ്ചയം പ്രാപിച്ചയാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ആ 1-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 2ഉം വായിച്ചേ. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടത് അതാ, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു, നേരിട്ട് കേട്ടു, നേരിട്ട് പഠിച്ചു. അടുത്തതോ, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടി ഇന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് യോഹന്നാനൊക്കെ നേരിട്ട് കണ്ട് കേട്ട് പഠിച്ചതാ. ആട്ടെ, യേശുവിൻ്റെ കൂടെ യോഹന്നാനും തൻ്റെ സഹോദരനും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇടിമക്കളെന്ന. ഇടിമക്കൾ അല്പം എടുത്തിയാട്ടമൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം യേശുവിൻ്റെ കൂടെ നടന്ന് ശരിയായി. കർത്താവിൻ്റെ മകത്ത് എങ്ങും ശരിയാകാത്തവര് യേശുവിൻ്റെ അടുക്ക വന്നാൽ ശരിയാകും. എങ്ങും പോയി രക്ഷപ്പെടാത്ത ആൾക്കാർ യേശുവിൻ്റെ അടുക്ക വന്നാൽ രക്ഷപ്പെടും. പല ഇടങ്ങളിൽ പോയി വിടുതൽ കിട്ടാത്തവര് യേശുവിൻ്റെ അടുക്കൽ വന്നാൽ വിടുതല. വൈദ്യന്മാരാൽ ഏറിയ ഒന്ന് സഹിച്ചെന്ന, പക്ഷെ അവൾ വിശ്വാസത്തോടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾക്കും സൗഖ്യം കിട്ടി. അതാ യേശുവിൻ്റെ വിശേഷത. ആട്ടെ, അങ്ങനെയുള്ള യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ വേറൊരു ചിന്ത പറയാം. ഈ പുസ്തകം നല്ല വാർദ്ധക്യത്തിലാണ് പുള്ളി എഴുതുന്നത്, എന്നാലും എന്ത് ഓർമ്മയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങളെല്ലാം പത്മോസിൽ കിടക്കുമ്പോൾ അതാണ് കണ്ടത്. പത്മോസിൽ വെച്ചാണ് ഈ ദർശനമെല്ലാം കാണുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് എത്രയോ കൊല്ലം കഴിഞ്ഞ ഈ പുസ്തകം എഴുതുന്നത്. ഏതാണ്ട് 95 വയസ്സോളം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് യോഹന്നാൻ. അപ്പോൾ 95 വയസ്സിൽ നല്ല ഓർമ്മയാണ്. അന്ന് കണ്ടതല്ല. ചില ആൾക്കാരെ ചിലർ പറഞ്ഞ് പേടിപ്പിക്കുകയും തെറ്റിക്കുകയും ചെയ്യുന്നത്, എനിക്ക് പ്രായമായി പാസ്റ്റർ, ഇനിയിപ്പോൾ ഓർമ്മയൊന്നും 60 കഴിഞ്ഞു. എടാ, 95 വയസ്സുള്ള പുള്ളിയാ കണ്ടതെല്ലാം കൃത്യമായിട്ട് ഓർത്തെഴുതിയത്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം പറയാം, പ്രായം എത്രയായാലും കർത്താവിനോട് കൂടെ നിന്നാൽ നിനക്കൊരു കുഴപ്പവും വരികയില്ല. അതെ, യോഹന്നാൻ അപ്പോസ്തലൻ. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം 22 അധ്യായങ്ങളാണ്. ഈ യോഹന്നാനെ കൊണ്ട് ദൈവം പല നിലയിലാണ് ശുശ്രൂഷ ചെയ്യിപ്പിച്ചത്.
ഈ മറ്റ് ലേഖനങ്ങൾ എഴുതിയവരും പുസ്തകം എഴുതിയവരെല്ലാം ഒരേ പാറ്റേണിൽപ്പെട്ടതാണ് എഴുതിയത്. ലൂക്കോസ് ദൈവദാസൻ ഇഞ്ഞ് വന്നിട്ട് ഇവിടെ സീറ്റുണ്ട്, ഇനി ഇതിലേ വന്നാട്ട് മോനെ ഒന്ന് മാറി കൊടുക്കും, പാസ്റ്റർ ഇങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ടൊരു പാസ്റ്റർ പോയല്ലോ, ഉള്ളി ഇഞ്ഞ് വരാൻ പറ. എന്ത് ചെയ്യും? ഇനി വരാൻ. ഇവിടെ കസാരമുണ്ട്, ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുന്നത് എനിക്കും ഒരു ബലമാണ്. എന്ത് ചെയ്യും? വാ അവിടെ പാസ്റ്റർ വരുന്നില്ല. ചിലയിടത്തൊക്കെ ഞാൻ ചെല്ലുമ്പം പറഞ്ഞ അയാൾ പ്രസംഗിക്കുന്നിടത്തൊന്നും പോയി ഇരിക്കരുതെന്നാണ് പറയുന്നത്. എല്ലാം പേടിച്ച് പോവുക. ഇരിക്കാൻ പറഞ്ഞാലും ഇരിക്കുക. എനിക്കന്നേ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒരു സന്തോഷവും ധൈര്യവുമാണ്. പത്രോസ് ഒറ്റയ്ക്ക് എഴുന്നേറ്റുള്ളൂ, പക്ഷെ അവരെല്ലാം കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് മൊബൈലിലൊക്കെ കളിച്ചാൽ ഞാൻ വല്ലതും പറയും. അവിടെ നിന്ന് ഏത് കൊലകമ്പനാന്നേലും പറയും. ശുശ്രൂഷ ചെയ്യുമ്പോൾ ശുശ്രൂഷ നടന്നുകൊണ്ട് അതിനിടയ്ക്ക് വേറെ ഒരു സൈഡ് ബിസിനസ്സും പാടില്ല. അന്നേരം പിടികൂടുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമല്ലോ, പാട്ടുകാരെയൊക്കെ ഞാൻ പിടികൂടും. ആരാധനയ്ക്ക് വന്നിരുന്നാൽ ഇവർ പിന്നെ മര്യാദ അവർക്കറിയാം എന്നെ. പിന്നെ അവർക്കെന്നല്ല, ഒരുമാതിരിപ്പെട്ടവർക്കല്ല. ഇത് ശുശ്രൂഷയാണ്. അത് ശുശ്രൂഷയായിട്ട് തന്നെ പോകണം. ഞാൻ സഭായോഗം തുടങ്ങിക്കഴിഞ്ഞാൽ മൊബൈൽ തൊടുകയല്ല. മൊബൈൽ തെറ്റാന്നോ പാപമാണെന്നല്ല, ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. സഭായം കഴിഞ്ഞ് വെച്ചു. ഞങ്ങളുടെ സഭായം 4 മണിക്കൂറാണ്. അത് 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് എടുക്കുകയുള്ളൂ. അതിനെയും പ്രധാനമന്ത്രി വിളിച്ചാൽ പറയും സഭായം കഴിഞ്ഞ് വെച്ച് വിളിക്കാൻ പറയും. ട്രംപ് വിളിക്കുക, അയാൾ അവിടെ നിന്ന് വിളിച്ചോളും, സഭായം കഴിയാതെ തൊടുകയല്ല. കാരണം വലിയവനായ ദൈവമാണ് നമ്മുടെ നടുവിൽ. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ട്രംപിനെയും സകല കമ്പിനെയും സൃഷ്ടിച്ചവനാ സർവജ്ഞനായ ദൈവം. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ വേറൊരു പരിപാടി നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. ചില സഭയിലൊക്കെ നിങ്ങൾ എന്നേ കൺവെൻഷനൊക്കെ പാസ്റ്റർമാർ ചിലർ കാലും വെച്ച് മൊബൈലിൽ മാന്തി എന്നിട്ട് ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ യുവമാർ ശ്രദ്ധിക്കുകയല്ലോ. അവരതിനകത്തിരുന്ന് കളിയോ. അവർ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും 66 കവിൽ ലൈവിനെ പിടിച്ചോളം കൊണ്ട് നിന്നോണം. അതൊന്നും ഒരു നല്ല പ്രവണതയൊന്നുമല്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭക്തിയോടും ഭയത്തോടും ആരാധിക്കണം. സ്തോത്രം. ദൈവാലയത്തിൽ ചെന്ന നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, ആരാധിക്കുമെന്ന്. ആട്ടെ, നമുക്ക് വിഷയം അങ്ങ് വിട്ടേക്കാം. അപ്പൊ യോഹന്നാന്റെ ഈ അപ്പോസ്തലന്റെ വിശേഷത, മറ്റ് അപ്പോസ്തലന്മാരും എഴുത്തുകാരെല്ലാം ഒരേ രീതിയിലുള്ള പുസ്തകമായിരുന്നത്. ഇപ്പൊ മോശ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, അത് ഒരേ രീതിയിലുള്ളതാണ്. എന്നാൽ പൗലൂസിന്റെ പുസ്തകമെല്ലാം ലേഖനങ്ങളാണ്. അതെല്ലാം ഒരേ രീതിയിലാണ്. പത്രോസും 2 ലേഖനങ്ങളാണ് എഴുതിയേക്കുന്നത്. ലൂക്കോസ് ചരിത്ര പുസ്തകമാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രം അത് ലൂക്കോസ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തി, അതും സഭയുടെ ചരിത്രമാണ്. അത് ചരിത്ര പുസ്തകം. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ട് ദൈവം വ്യത്യസ്ത നിലകളിലാണ് എഴുതിച്ചത്. ഒന്ന്, ഒരു സുവിശേഷ പുസ്തകം, യേശുക്രിസ്തുവിന്റെ ചരിത്രം. അത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. 2, 3 ലേഖനങ്ങൾ കർക്കശമായി സഭയ്ക്ക് തന്നു. 3 ലേഖനങ്ങൾ. അത് 3 ഈടുറ്റ ലേഖനങ്ങൾ. 3 പ്രവചന പുസ്തകവും യോഹന്നാനിൽ കൂടെ തന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22 അധ്യായം. ഈ പുസ്തകം ദാനിയേൽ പ്രവചനമൊക്കെ ആയിട്ട് വളരെ താരതമ്യ പഠനം നടത്തേണ്ട പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് അപ്പോസ്തലന്മാർക്ക് പലർക്കും വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞ വിഷയം യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി. പൗലോസിന് പോലും ഈ കാര്യമൊന്നും വെളിപ്പെട്ടിട്ടില്ല. സാധാരണ എല്ലാവരും പറയുന്ന പൗലോസ് അതിശ്രേഷ്ഠ അപ്പോസ്തലൻ. ചില ആൾക്കാർ പ്രസംഗം, എനിക്ക് സ്വർഗത്തിൽ ചെന്നാൽ കർത്താവ് കഴിഞ്ഞാൽ പിന്നെ കാണേണ്ടത് പറ പൗലോസിനെയാ കാണേണ്ടത്. ഇപ്പം അങ്ങനൊരു പാട്ടുമുണ്ട് അവിടെ, ആരണ്ടൊക്കെ ഉണ്ടെന്ന് ഇല്ലേ, പാട്ടും മറന്നു പോയി. അപ്പല്ലോസ് ഉണ്ട് അവിടെ, അങ്ങനെ ഒരു പാട്ടില്ലേ അവന്.
ആ ആട്ടെ. എന്നാൽ പലർക്കും മറഞ്ഞിരുന്ന വിഷയമാ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തിയത്. പൗലോസ് മാർമിക വിഷയങ്ങളൊക്കെ പൗലോസിന് വെളിപ്പെട്ടെങ്കിലും വെളിപ്പാട് പുസ്തകം ഒന്ന് പഠിച്ച് എത്ര വിഷയമാ ദൈവത്തിൻ്റെ മഹത്വം. അതിൻ്റെ എല്ലാം കാരണം കർത്താവിനോട് ചേർന്നിരിക്കുക. യേശു കർത്താവിനോട് ചേർന്നിരുന്നാൽ അനേകർക്ക് ലഭിക്കാത്തതൊക്കെ ദൈവം നമുക്ക് തരും, അനേകർ പ്രാപിക്കാത്തതൊക്കെ ദൈവം നമുക്ക് തരും. ഞാൻ ആ വിഷയവും അങ്ങ് വിടുകയാണ്. കർത്താവിന് മഹത്വം. അപ്പം യോഹന്നാൻ എഴുതിയ ഈ വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. എനിക്ക് കാലിന് നല്ല പ്രയാസവും വേദനയുള്ളതുകൊണ്ട് ഞാൻ ക്ഷമാപണത്തോടെ ഒന്നിരിക്കുക. ഒന്നിരുന്നോട്ടെ. ആ, നിങ്ങൾ ഇരിക്കുകയല്ലയോ? പിന്നെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ആ പരുവക്കേടുകാരനാണല്ലോ, ഇതെങ്ങനായി തീരുവെന്നായിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. 22 അധ്യായങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ. 22. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട മോനെ, നീ ആ ഇത് എവിടെയെങ്കിലും വെച്ച് നീ അവിടെ അടങ്ങിയിരിക്കുമെന്ന് അവനങ്ങ് എൻ്റെ പൊന്നു മോൻ അവിടെ അടങ്ങിയിരി, അതെല്ലാം ഒപ്പിക്കുക. ഞാൻ ഇനി അങ്ങും പോകുന്നില്ല, ഇവിടെ ഇരുന്നോളാം, നീ അവിടെ അതെല്ലാം വെച്ച് അവനങ്ങ് വെപ്രാടോ. മതിയോ? നീ പൊങ്ങരുതേ. ആ, നീയും പൊങ്ങരുത്. ആ, അപ്പോൾ വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. നമുക്കറിയാം 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2-3 അധ്യായത്തിൽ 7 സഭകൾക്കുള്ള ദൂത, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, 7 സഭയ്ക്കുള്ള ദൂത. 4-ാം അധ്യായത്തിൽ യോഹന്നാനോട് പറയാ കയറി വരാൻ, സ്വർഗം തുറന്ന് അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. അതൊക്കെ തർക്കമുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. 5-ാം അധ്യായത്തിൽ പുസ്തകം വാങ്ങിച്ച് മുദ്ര പൊട്ടിക്കുക, അതിന് യോഗ്യനായിട്ട് ഒരുവനുണ്ട്. 6-ാം അധ്യായം മുതൽ 7 മുദ്രയുള്ള ആ പുസ്തകം വാങ്ങിയ മുദ്ര പൊട്ടിക്കുന്നു. 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നുണ്ട്. 6-12 വായിച്ചു തരുമോളെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മതി, പിന്നെ നമുക്കത് കഴിഞ്ഞാൽ അതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്ന് പിന്നെ നോക്കാം. അപ്പോൾ 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേര് ദർശിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുകയും കാഹളങ്ങൾ മീട്ടുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. 7-1 8-1 അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അത് തന്നെ ഇപ്പൊ ഇവിടെയും കണ്ടോണ്ടിരിക്കുന്നത്. വായിച്ചോ മോളെ. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. 7 കാഹളങ്ങൾ ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന്റെ അരികിൽ നിന്നു. അതെ, 8-ാം അധ്യായത്തിൽ 7 കാഹളങ്ങൾ മീട്ടുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചുവിടുന്നു. 10-ാം അധ്യായത്തിൽ ചെറു പുസ്തകം വാങ്ങുന്നു. 11-ാം അധ്യായം വിവാദമായ അധ്യായമായി 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. 12-ാം അധ്യായം സൂര്യധാരണിയായ ഒരു സ്ത്രീയെ ദർശിക്കുന്നു. 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര് ദർശിക്കുന്നു. 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പളുങ്ങുന്നതിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായത്തിൽ 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്നു. 17 മർമ്മം മഗതിയാം ബാബിലോൺ, ഒറ്റ വാക്കിൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി. 18-ാം അധ്യായത്തിൽ വാണിജ്യ ബാബിലോണിന് നാശം സംഭവിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. 19-ാം അധ്യായം നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അധ്യായമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. 20-ാം അധ്യായവും അങ്ങനെ തന്നെയാണ് നമ്മളോടുള്ള ബന്ധത്തിൽ 1000 ആണ്ട് വാഴ്ച. 21 പുതിയ യെരൂശലേം.
ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക. ആ കാഴ്ച എത്ര ആമൻ വളരെ നയന മനോഹരമായ കാഴ്ചകളാണ്. 22-ാം അധ്യായം ഒറ്റ വാക്കി പറയാം, നിത്യത. ഇങ്ങനെയാണ് സാധാരണ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ ചിന്തിക്കുന്നതും സാധാരണ പഠിക്കുന്നതും. എന്നാൽ ഇതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന, പഠിച്ച ആൾക്കാരുണ്ട്. അവർ ഓരോ വാക്യം എടുത്ത് കീറും. നമുക്കതറിയത്തില്ല. നമ്മളിങ്ങനെയൊക്കെ ഇത് തന്നെ കീറിയത് എന്ത് ബുദ്ധിമുട്ടിയാന്നാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ദൈവത്തിൻ്റെ മഹത്വം. അതെ, 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു എല്ലാവരിലും തേജസ്സുള്ളവനാണ്. യേശു ക്രിസ്തു തേജസ്സുള്ളവനായതുകൊണ്ട് യേശു ക്രിസ്തു മെഴുകുതിരി വേണ്ട, വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കണ്ട, പിന്നെ എന്തുവാ ലൈറ്റ് വേണ്ട, യേശുവിൻ്റെ വായിക്കാത്തൊരു ബൾബ് ഒന്നും യേശുവിന് ആവശ്യമില്ല. ഇപ്പോഴാന്ന് യേശുവിനോടും പിശുക്ക. ചെറിയ ബൾബാണ് ഇടുന്നത്, വെട്ടമൊന്നുമില്ല. കറണ്ട് ചാർജ് ഈ പരുവക്കേട് താടിയായിട്ടിരിക്കുന്നതാണോ യേശു? ഏതാണ്ട് ഭിക്ഷക്കാരൻ പോയപ്പം ഏതോ ഒരുത്തം വരച്ച് വെച്ച അങ്ങനൊന്നുമല്ല യേശു. അവിടുന്ന് ഒരു വരകാരം വരച്ചാൽ ഒക്കുകയല്ല. അതുപോലെ ശ്രേഷ്ഠൻ്റെ ഉന്നതനുമായ യേശു ക്രിസ്തു. എന്താ കർത്താവിൻ്റെ വിശേഷത? 1-2 വാക്യം വായിച്ചോ മോളെ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10 മുതൽ താഴോട്ട് ധാരാളം വാക്യങ്ങൾ പറയേണ്ടതുണ്ട്. എല്ലാം ഇപ്പോൾ എടുപ്പിക്കാൻ സമയമില്ല. ഉത്തമഗീതം 5-ന്റെ 8-9 വായിച്ചേ. യെരൂശലേം പുത്രിമാരെ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം. എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു അവനോട് അറിയിക്കണം. പിന്നെ എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, അവന് വരിക, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്താണ് വിശേഷത? അടുത്തത്, നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന്, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത? ഇവരാകെ കൂടെ കണ്ടിരിക്കുന്ന പ്രിയൻ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ശലോമോനാ. അവൻ വലിയ മോനാ. ശലോമോൻ കല്യാണം കഴിച്ച് ചൂപ്പാട് വന്നവനാ. വായിച്ചേ മോളെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ന്റെ 1. അല്ല, വചനത്തിൽ കൂടെ ആകുമ്പോൾ പിന്നെ വലിയ അലോക്യം ഉണ്ടാകുകയല്ല. പെട്ടെന്ന് വായി. ശലോമോൻ രാജാവ് നല്ല മോനാ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ, അവളെ ഒന്ന് കെട്ടിയതാ. പിന്നെ അത് കൂടാതെ മോവാബ്യർ, പിന്നെ അമ്മോന്യർ, എദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. അതാ പുള്ളിക്ക് ഈ ഒരൊറ്റ ശുശ്രൂഷയുള്ളൂ, വിവാഹ ശുശ്രൂഷ. അല്ലാതെ വേറെ യാതൊരു ശുശ്രൂഷയും പുള്ളിക്കില്ല. ദൈവത്തിൻ്റെ മഹത്വം. കല്യാണം കഴിച്ചാൽ ഊപ്പാട് വന്നിരിക്കുക. അപ്പം ഈ സ്ത്രീകളെല്ലാം ഈ ശലോമോനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ്റെ പ്രതാപവും അവൻ്റെ ആ എഴുന്നള്ളത്തും. അവൻ്റെ എഴുന്നള്ളത്ത് എങ്ങനെയാ മോളെ? 3-7 വായിച്ചേ. ഇത് ഞാൻ പറയാൻ വന്നതല്ലെങ്കിലും ഈ കൊച്ചുങ്ങളെന്നെ എന്റെ ദൈവമായ യഹോവേ. ഏതായി വായിക്കുന്നത്? ഉത്തമഗീതം 3-7. ശലോമോന്റെ പല്ലക്ക് തന്നെ. അതാ വായിക്കുന്നത്. നമ്മൾ സങ്കീർത്തനം 3-7 ആയിരിക്കും. ആണോ? അത് വിട്ടാര്. ഇത് വായിരുന്നു. ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ. ശലോമോന്റെ പല്ലക്ക് ഇവന്റെ എഴുന്നള്ളത്താ. ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ. 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവന്റെ എഴുന്നള്ളത്തിന് അവന്റെ ചുറ്റുമുണ്ട്. അടുത്തത്, അവരെല്ലാവരും വാളെടുത്ത് യുദ്ധസമർത്ഥ. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. പിന്നെ രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. എല്ലാവരും അരയ്ക്ക് വാൾ കെട്ടി. ശലോമോന്റെ എഴുന്നള്ളത്തിന് പട്ടം നിൽക്കുന്ന കക്ഷികളെല്ലാം വാളെടുത്ത് നിൽക്കുക, അരയ്ക്ക് കെട്ടി. അടുത്തത്, ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട്. ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിൽ ആ പല്ലക്കല്ല പുള്ളി വരുന്നത്. ഒരു പല്ലക്കുണ്ടാക്കി. പിന്നെ അതിന്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളി കൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെയാ പുള്ളിയുടെ വരവ്. അതാ ഈ പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് ചെന്നത്. ഇയാൾ ഇതെല്ലാം കാണിച്ചിങ്ങനെ ചില കടം മേടിച്ചതാ മൊബൈൽ. എന്നാലും അവനൊന്നും പിടിച്ചോണ്ടിരിക്കുന്ന കാണാം കലിങ്ങിൻ്റെ അവിടെ. ലോൺ എടുത്തതാ. അങ്ങനെ കിട്ടുകയല്ലേ മോനെ? പിന്നെ
മുഴുത്ത ഒരു മൊബൈലുമായിട്ട് ഇവൻ രാവിലെ കലങ്ങിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചുമ്മാ പോകുന്ന പെൺപിള്ളേർ മുഴുത്ത മൊബൈലാണെന്നില്ലൂടെ. അപ്പോൾ ഇവൻ കുറഞ്ഞ ആളൊന്നും അല്ലെന്നായി പെണ്ണുങ്ങൾ. ഉടനെ അവൻ അങ്ങോട്ട് അവളെ കൊണ്ട് വിട്ട് ഇപ്പം ടൈയും കോട്ടുമൊക്കെ വാടകയ്ക്ക് കിട്ടും. കല്യാണത്തിനൊക്കെ വാടകയ്ക്ക് ഉണ്ട്. ചില വലിയ ഈ വില കൂടിയ വണ്ടിയിലൊക്കെ എല്ലാം വാടകയാണ്. അപ്പോൾ ഈ വന്നിറങ്ങുമ്പോൾ നമ്മളോർക്ക് ഇവന് അംബാനിയുടെ അനിയനാന്നുള്ള രീതിയിലാണ്. ഈ ശലോമോൻ ഇതൊക്കെ തന്നെ പണി. അവന് പിന്നെ ഉണ്ടായിരുന്നു ശലോമോൻ ഇഷ്ടം പോലുള്ളവനാണ്. അപ്പം ഇവൻ്റെ ആ എഴുന്നള്ളത്തും ഇവൻ്റെ വരവും പ്രൗഢിയൊക്കെ കണ്ടപ്പോൾ ഒരുമാതിരിപ്പെട്ട സഹോദരിമാരെല്ലാം ഇവനെ സേവിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. അപ്പം ഈ സ്ത്രീകൾ കണ്ടേക്കുന്നത് ഇവനെ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ശൂന്യങ്കാരിയോട് ചോദിച്ചത്, നിന്റെ പ്രിയന് വായിച്ചേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്താണ് വിശേഷത? എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. ദൈവത്തോടെ അവള് മറുപടി പറയാ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. സുന്ദരി നിന്റെ പ്രിയനെന്തോ വിശേഷത ഉള്ളൂ, നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തോ വിശേഷത ഉള്ളൂ. നല്ലോരിൽ ഓമനത്തിങ്കൾ കിടാവോ, നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തോ വിശേഷത ഉള്ളൂ. ആയിരം പത്താളെ നോക്ക് ആദിലെന്നേശു മുഖ്യനായുണ്ട്. ആയിരം പത്താളെ നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്. അക്കരിങ്കാക്കയെ നോക്ക് അതിൽ എന്നേശുവിൻ മൂട്ടിയുണ്ട്. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തോ വിശേഷത ഉള്ളൂ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ വിശേഷത എന്തുണ്ടോ? അതാ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. വായിച്ചങ്ങ് വിട്ടോ മോളെ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അത് ശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അവന്റെ ശിരസ്, ശിരസ്സുകളെന്നല്ലോ, അങ്ങനെ മോളെ, ശിരസ് ഒരു തലേ ഉള്ളു കേട്ടോ. അത് മതിയല്ലോ, നല്ല തലയാന്നേ ഒന്ന് മതി. വായിക്കും മോളെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അതിനകത്ത് ഊളച്ചെളിയൊന്നുമല്ല, നല്ല
വയ്യനിക്ക്. അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അതാ കരിങ്കാക്കയെ നോക്കുന്ന. വായിച്ചോ. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. നല്ല കണ്ണാ കേട്ടോ, അല്ല ദഹിപ്പിക്കുമൊന്നുമല്ല, നല്ല കണ്ണ. വായിച്ചോ. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും. എന്നാ ഒരു ബുദ്ധിമുട്ടാ. അവിടുത്തെ കവിള് സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. നറുന്തൈകളുടെ വാരമെടുത്തത് പോലെ അവന്റെ അധരം താമരപ്പൂ പോലെ ഇരിക്കുന്നു. അധരം താമരപ്പൂ പോലെ. എന്തോ അലങ്കാരങ്ങളാ കൊടുത്തിരിക്കുന്നത്, താമരപ്പൂ പോലെ. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് അന്ന് മൂറും തൈലം. അതല്ലേ അവന്റെ വായിന്ന് വരുന്ന ലാവണ്യവാക്ക് നിമിത്തം പള്ളിയിലിരുന്നവല്ല അവനെ നോക്കി ഒരു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോകുന്നില്ല. 3 ദിവസത്തെ യോഗത്തിന് ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊടുത്തു വിട്ട് ഒച്ചനിത് കഴിക്കുന്നുമില്ല. കാരണം വായിന്ന് വരുന്നതെല്ലാം നമ്മളാന്ന് ഇതിനകത്തിരുന്ന് ബിസ്ക്കറ്റ് തിന്നുന്നു, കൊച്ചുങ്ങൾക്ക് മിക്ചർ കൊടുക്കുന്നു, താഴെ പോയത് തള്ളയെടുത്ത് തിന്നുന്നു, എന്തെല്ലാം. അയ്യോ, ഞാൻ കണ്ടതാ. അയ്യോ, ഇതിനെല്ലാം എന്നാ ചെയ്യാനാ? 3 ദിവസം ഇരിക്കുക, ഓരോ കുഞ്ഞുങ്ങൾ അനങ്ങുന്നില്ല. ജീവന്റെ അപ്പമാണ് ഇങ്ങോട്ട് വരുന്നത്. സ്തോത്രം, സ്തോത്രം. അവിടുത്തെ വായിന്ന് വരുന്നത് ലാവണ്യവാക്കാ. ആരാ എഴുന്നേറ്റ് പോകുന്നില്ല, കുഞ്ഞുങ്ങൾ പോകുന്നില്ല. അവസാനം ശിഷ്യന്മാർ പറഞ്ഞു വിട്, ചായക്കടയൊന്നുമില്ല. ഇത് കാരണം ഇവന്മാർക്ക് കമ്മിറ്റി കൂടുമ്പം അതിന് 5 അപ്പവും 2 മീനും ഉണ്ടായാലും ഇവന്മാർക്ക് കമ്മിറ്റി കൂടണം. അല്ല ചില ആൾക്കാർ പോട്ടെ എല്ലാവരും. എന്നിട്ട് ഇവർക്ക് ഭർത്താവ് പറഞ്ഞ് നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പം പറഞ്ഞു ഇവിടെ ഒരു ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പവും, അത് അന്ത്രയോസിൻ്റെ മോനായിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് കൂടെ അതാ പുള്ളി കൃത്യം പറഞ്ഞത്. 5 അപ്പവും പുള്ളിക്കറിയാമായിരുന്നു. 5 അപ്പം ആ വീട്ടിൽ നിന്ന് യവത്തപ്പം അത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് അവിടുത്തെ തൃക്കരങ്ങളിൽ കൊടുത്തു. അതെടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി വാഴ്ത്തി അപ്പം കൊടുത്തു. എല്ലാവരും പന്തിക്കിരുത്തി വിളമ്പി. ഇവൻ്റെ എല്ലാം ഊപ്പാട് വന്നു, കഴിച്ച് അവരുടെ ഊപ്പാട് വന്നു. ബാക്കി കൊട്ടയ്ക്കകത്ത് എടുത്ത് വീട്ടിലും കൊണ്ടുപോയി. അതിനകത്തൊരു പാഠമുണ്ട്, ഒരെണ്ണം കളഞ്ഞേക്കരുത്, ആഹാരമൊന്നും കളയരുത്, ഒരു തരി പോലും കളയരുത്. 1000കണക്കിന് 100 കണക്കിന് 10000കണക്കിന് ആൾക്കാരാ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നത്. വീട്ടിലാന്തേലും സഭയിലാന്തേലും ഫങ്ഷനാന്തേലും ചെല്ലുമ്പോൾ ഒരു ചോറ് പോലും കളയരുത്. കളഞ്ഞാൽ നിൻ്റെയൊക്കെ തലയിൽ ഇടിത്തി വീഴും. ഉള്ള കാര്യമായി പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണമില്ലാതെ വിഷമിക്കുക. കളയരുത്, ഒരു ചോറ് കളയരുത്. ആവശ്യമുള്ളത് മേടിക്കുക, അത് സന്തോഷത്തോടെ തൃപ്തിയോടെ കഴിക്കുക. കൂട്ടാനാന്തേലും ചോറാന്തേലും മറ്റേത് ആഹാരമാന്തേലും കളയരുത്. ദൈവന്യായം വിധിക്കും. ഈ കല്യാണത്തിനൊക്കെ എന്ത് ഭക്ഷണമാണ് കളയുന്നതെന്നറിയോ? ഇവനെയൊക്കെ ദൈവം പിടികൂടും ഒരു ദിവസം. പിടികൂടുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഇവിടുത്തെ രീതി എനിക്കറിയത്തില്ല അധികം. അവിടെയൊക്കെ എന്ത് ഭക്ഷണമാണ് കളയെന്നറിയും. ദൈവം ഇവനെ എല്ലാം ന്യായം വിധിക്കും. കളയരുത്, ഭക്ഷണം കളയരുത്. ശേഷിച്ചത് കളഞ്ഞെന്നല്ല, അത് കൊണ്ടുപോയി. 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി. അഞ്ചപ്പവും ചെറുമീൻ 2 എടുത്ത് മാറ്റി. 5000 സംതൃപ്തി ഏകിയോര്. 5000 സംതൃപ്തി ഏകിയോരോ യേശുനായക വാഴ്ക ജീവദായക നിരന്തം. യേശുനായക വാഴ്ക ജീവദായക നിരന്തം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ വിശേഷത
ആ വായിന്ന് എന്ത് ലാവണ്യമാക്ക വായിച്ചപ്പോളെ അവന്റെ അതരം അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് മൂറും തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. 2 ലോകമാ സ്വർണം ഗോമേതകം. അപ്പൊ 2 കൈയേ ഉള്ളൂ, അത് മതിയല്ലോ. പിന്നെ അടുത്തത് അവന്റെ ഉദരം ആ നീലരത്നം പതിച്ച ദന്ത നിർമ്മിതം. പിന്നെ അവന്റെ തുട ആ തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽത്തൂൺ. വെങ്കൽ തൂണ് പോലെ. പിന്നെ അവന്റെ രൂപം ലബാനോനെ പോലെ ആ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. എന്തോ നല്ല പ്രകൃതി രൂപഭംഗി. പിന്നെ അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്. പിന്നെ അവൻ സർവാംഗ സുന്ദരൻ തന്നെ. അതാ സർവാംഗ സുന്ദരന്. അതാ യേശുക്രിസ്തു. ഇങ്ങനൊന്നും ഒരു യേശുക്രിസ്തുവിന് ഒരു വരകാരനും വരയ്ക്കുകയല്ല. രാജാ രവിവർമ്മ പോലും വരച്ചാൽ ഒക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ വരകളാണല്ലോ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ടതും. അതിനൊക്കെ കോടിക്കണക്കിന് വില മതിക്കുക. പക്ഷേ ആര് വരച്ചാലും യേശുവിൻ്റെ രൂപം ഒക്കുകയല്ല. സർവാംഗ സുന്ദരന്. ദൈവത്തിൻ്റെ മഹത്വം. നിപ്പും പടുതിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. പണ്ട് കുഞ്ഞൻ നമ്പിയാർ ഒരിക്കലും ഒരു രൂപം വെളിപ്പെടുത്തി. ഈ പുരാണ കഥയിലുണ്ട്, സ്കൂളിലുമൊക്കെ പഠിച്ചതാ, ഇവിടെ പിള്ളേരൊക്കെ പഠിച്ചതാ. ഇല്ലേ, ഭീമനെ പൂ പറിക്കാൻ പോയി, പൂവിൻ്റെ പേരും മറന്നുപോയി. അല്ല പിള്ളേർക്കെല്ലാം അറിയാം കണ്ടോ. നിങ്ങൾ എത്രാം ക്ലാസ്സിലായിട്ട് പഠിക്കാൻ? 10ലാണോ? എവിടെ പൂ പറിച്ചോ? അപ്പോൾ പൂ പറിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ മടിയിൽ ഒരു കുരങ്ങൻ കിടക്കുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങോട്ട് മാറി കിടക്കാൻ പറഞ്ഞു. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മറക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ. അല്ലേ പഠിച്ചല്ലേ? അങ്ങനല്ലേ മോളെ? അപ്പോൾ കുറച്ചൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ചാട്ടത്തിൽ നിന്നും പിഴച്ചു പോയോ നിൻ്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ല. എന്നിട്ട് പറഞ്ഞ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കൊരങ്ങ് നീ. മാറാനൊക്കെ ഇവിടെ ആക്ഷേപിച്ചപ്പോൾ ഈ കുരങ്ങൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, പയ്യ ആ കയ്യിലിരിക്കുന്ന ഗത കൊണ്ട് ആ വാലങ്ങോട്ട് മാറ്റിയേച്ച്. അപ്പോൾ ഉള്ളി അത്ര ഗത എടുത്ത് അനങ്ങുന്നില്ല വാല്. കവിയുടെ ഭാവനയാണ്. അപ്പം കുരങ്ങൻ അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, മുറിയുന്നെന്തടോ ഭീമാ ഗതയോ നമ്മുടെ വാലോ അറിയാഞ്ഞിട്ട് ചോദിക്കുന്ന അരിശമൊന്നും ഉണ്ടാകരുതെന്ന്. ചുരുക്കി പറഞ്ഞ പരുവക്കേടായി പുള്ളി തിരിച്ച് മറുപടി പറഞ്ഞതൊന്നും ഞാനിപ്പോൾ ചൊല്ലുന്നില്ല. അത് കഴിഞ്ഞേച്ച് പുള്ളി നോക്കി നിൽക്കുമ്പോൾ അങ്ങ് വളർന്നെന്നാ. അത് അങ്ങനല്ലേ മോളെ? പഠിച്ചില്ലേ ഇത്? ഉത്തമതി നരപതി ധന്നുടെ വാക്കുകൾ ഇങ്ങനെ അതില്ലേ? എങ്ങനെ ചൊല്ലിക്ക? ഉത്തമതി നരപതി ധന്നുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടു ബുദ്ധികലധികനിവ് കലന്നു കുതൂകമിയെന്നു ഹനുമാൻ. വർദ്ധിത തരതവള ഹിമാചല സന്നിപതുങ്ക ശരീരൻ നെടുതാകിന്റെ കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും തുടനയനങ്ങളും അമ്പൊട് ചെമ്പ് കിടാരം പോലെ കുടിലാകൃതി ശശികല പോലെ വിളങ്ങിനദന്ത കഥമ്പം ചടുല സ്ഫുട സടകളും ഇടകലരുന്ന ഭയങ്കര മുഖവും പരികത്തൊടു പടപൊരുതീടിന മൃദുതര കരദണ്ഡയുഗം. പഠിച്ചല്ലേ? കരതരതരക നിഹായവുമുൽക്കടകണ്ഡമകുണ്ടം ഗിരിവര സമമാകിന മാർവിട വടുതര മുതരമുദാരം ഒരുമത തുടകളും ഉടമയിൽ അതിഗംഭീരം ജങ്കാപുര ഗോപുരമതിൽ തകർത്തൊരു ജങ്കായുഗളം കിങ്കര കുലമടി പൊടിയാക്കിന മൃദുതര മതമലർപടിവും ശങ്കര ശിവഭുവന ഭയങ്കര ആകിന വിപുല ശരീരം. ഞാനും പഠിച്ചതാ ഇത്. എനിക്ക് 8ലാണോ 9ലാണോ പഠിക്കാനുണ്ടായിരുന്നു. ഏനാണ് ഇപ്പം എന്ന് കരയുന്നത്? ഈ യോഗ ഉഴപ്പാൻ വന്നതാണോ? അപ്പം ശ്രദ്ധിച്ചേ, ആ രൂപം കണ്ടാൽ ഭയം തോന്നും. അങ്ങനെ എഴുതിയേക്കുന്നത് ഉത്തമതി നരപതി തന്നുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടു ബുദ്ധികലധികനവ് കലർന്നു കുതൂകമിയർന്നത് വനുമാൻ വർദ്ധിത തര ധവള ഹിമാചലം ഹിമാലയം പോലെ അങ്ങ് വളർന്നെന്ന. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാണപ്രിയനെ കണ്ടാൽ സർവാംഗ സുന്ദരന.
ആരും പേടിക്കത്തില്ല, വെപ്രാളം ഉണ്ടാകുകയില്ല. യേശുവിനെ കണ്ട് ആരും പനിച്ചിട്ടില്ല. എൻ്റെ അമ്മാമ്മ മിനിഞ്ഞാന്ന് യേശുവിനെ കണ്ട അന്ന് മുതൽ തുടങ്ങിയ പനിയാ. ഇല്ല, യേശുവിനെ കണ്ട ആരും പനിച്ചിട്ടില്ല. യേശു എന്നപ്പോൾ പനി തള്ളയുടെ മാറിയതാ. അല്ല പനിച്ച് പരുവക്കേടി കിടക്ക്. യേശു ആ വീട്ടിലോട്ട് എന്ന് അങ്ങനല്ലേ മോളെ വായിച്ചേ? മർക്കോസ് 1:29 വായിര് മോളെ. എല്ലാം പുസ്തകത്തിൽ വാക്യമുണ്ട്, വായിര്, പെട്ടെന്ന് വായിര്. അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അനന്തരം യേശുവും ഈ ശിഷ്യന്മാരും എല്ലാം പള്ളിയിൽ നിന്ന് ഇറങ്ങി. യാക്കോബും യോഹന്നാനുമായി. ആ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി ശിമോന്റെയും അന്ത്രയാസിന്റെയും വീട്ടിൽ വന്നു. അടുത്തത് അവിടെ ശിമോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. തള്ള പനിച്ച് കിടക്കുക. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടു മാറി. യേശുവിനെ കണ്ടാരും പനിച്ചിട്ടില്ല. യേശു നമ്മ പനി മാറിയതേ ഉള്ളൂ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശേഷത അതാണ് 5-ാം അധ്യായത്തിൽ. നമുക്ക് മടങ്ങി വരാം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ ആദ്യം കാണുന്നത്, എൻ്റെ ഭാഷയാണ് കേട്ടോ, എൻ്റെ ഭാഷയാണ്, പലസ്തീനിൽ വെച്ചാണ്. ആ യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിച്ചേ. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയി. അവര് മത്സ്യത്തൊഴിലാളികളാണ്, മീൻ പിടിക്കുന്നവരാണ്. അടുത്തത് യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഇനി 18 വായിച്ചേ. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. 19. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. നേരത്തെ 2 പേര് വീശുക, ഇവിടെ 2 പേര് വല നന്നാക്കുക. അവനെ അവിടെ അടക്കിയിരുത്തിക്ക. നീ അവിടെ അടങ്ങിയിരു. അപ്പൊ ആദ്യം 2 പേര് വീശുക, പത്രോസും അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ. എന്തിനാ എന്നെ നോക്കുന്നത്? അത് വായിച്ചാ പോരെ. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും. അല്ലെന്ന് അതിന്റെ മേളില് അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും. അപ്പൊ ശീമോനും അന്ത്രയോസും വീശുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, ഇനി വരാൻ പറഞ്ഞു, മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പൊ യേശുവിനെ അനുഗമിച്ചു. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് യാക്കോബും യോഹന്നാനും വല നന്നാക്കുന്നു. അപ്പൊ 2 പേര് വീശുന്നവര്, 2 പേര്, ഈ 2 കൂട്ടനും സഭ വേണം. വീശി പിടിച്ചോണ്ട് വരുന്നവരും വേണം. പിടിച്ചോണ്ട് വരുമ്പം വല കീറുന്നതും പൊട്ടിക്കുന്നതിനൊക്കെ ഇരുന്ന് നന്നാക്കുന്നവരും വേണം. 2 ആവശ്യമാണ്. ഞാൻ വിവരിക്കാൻ നേരമില്ല. 2 പേരും കർത്താവ് വളരെ സർവജ്ഞാനിയല്ലേ. 2 പേരും ദൈവം ഉപയോഗിച്ചു. പത്രോസ് ഒരു വീശ് 3000 പേര് ഒറ്റ വീശിന് വീശി അകത്ത് കൊണ്ട് ചെന്നപ്പം വെളിയിൽ നിന്ന് ദുരുപദേശക്കാർ വന്നത് പൊട്ടിക്കാൻ നോക്കുക. അപ്പോൾ യോഹന്നാൻ ലേഖനം എഴുതി, ഈ ഉപദേശം അല്ലാതെ ഒറ്റ ഒരുത്തതിനകത്ത് കയറിയാൽ നന്നാക്കുക. അവിടെ എൻ്റെ വിഷയം അതെല്ലാം അങ്ങോട്ട് വിട്ടേക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ യോഹന്നാൻ ആദ്യം കാണുന്നത് ഈ ഗലീലയിൽ വെച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് യേശുവിനെ കണ്ടു. പിന്നെ കൂടെ യോഹന്നാൻ യേശുവിനെ കാണുന്നുണ്ട്. അപ്പം ആദ്യം കണ്ടത് കടപ്പുറത്ത് വെച്ച്. പിന്നെ യോഹന്നാൻ 2 പഠിക്കുമ്പോൾ കല്യാണ വീട്, യോഹന്നാൻ്റെ കല്യാണമാണെന്നാണ് പറയുന്നത്. പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി. കനാവിലെ കല്യാണ നാളിൽ
കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി മോനെ ഞാൻ പാടുമ്പോ ഇതെല്ലാം ഓ എടാ, ഞാൻ ഇവർക്ക് അവസരം കൊടുക്കും, അന്നേരം നീ അതങ്ങ് ഉച്ചസ്ഥായി കയറ്റിക്കോ. ഈ കൺവെൻഷൻ ആണെങ്കിലും ഏത് യോഗത്തിന് ചെന്നാലും ഏത് പാട്ടാണെന്ന് ആർക്കും പിടികിട്ടുകയല്ല. അതിൻ്റെ കാരണം ആരുടെയും കുഴപ്പമാണെന്ന് പറയുന്നില്ല, എന്നാൽ കുഴപ്പമാണ്. പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ ശബ്ദവും സ്വരവും പദവും അതെല്ലാം മുകളിൽ എല്ലാം ക്ലിയറാകണം. അതിന് ശേഷം ഇവർക്ക് വായിക്കാൻ കൊടുക്കും. അന്നേരം അത് ഓരോന്നും അതിൻ്റെ സ്വരഭേദങ്ങൾ നന്നായിട്ട് അറിയിക്കണം. തബലയുടേത്, ഈ കീബോർഡ് ഇതിൻ്റെത്, അത് എന്തോ പാടല്ലയോ, അതെല്ലാം അത് ഞാൻ ഇവർക്ക് അവസരം കൊടുക്കും. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ കടൽക്കരയിൽ വെച്ച് കണ്ടു, കാനാവിൽ വെച്ച് കണ്ടു, കഫർനഹൂമിൽ വെച്ച് കണ്ടു. മാത്രമാണോ ഈ മർരൂപമലയിൽ വെച്ച് ഒന്ന് കണ്ടു. അല്ല, ഞാൻ വിവരിക്കുന്നില്ല. അതിനുശേഷം കാൽവറിയിലൊന്ന് കണ്ടു. അതിനുശേഷം കൊരിന്ത്യലേഖനം 15 പഠിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. കടൽപ്പുറത്ത് വെച്ച് കണ്ടു, കാനാവിൽ വെച്ച് കണ്ടു, കഫർനഹൂമിൽ വെച്ചൊന്ന് കണ്ടു, മർരൂപമലയിൽ വെച്ചൊന്ന് കണ്ടു. ഇടയ്ക്കൊക്കെ കണ്ടില്ലെന്നല്ല, പ്രധാന കാഴ്ചയാണ്. അത് കഴിഞ്ഞ് കാൽവറിയിലൊന്ന് കണ്ടു. അതിനുശേഷമായിട്ട് ഉയർത്ത ക്രിസ്തുവിനെ കണ്ടു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വെളിപ്പാട് കണ്ടത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ പത്മോസിൽ കണ്ട ക്രിസ്തു പലസ്തീനിൽ കണ്ട ക്രിസ്തുവല്ല പത്മോസിൽ കണ്ടത്. യോഹന്നാൻ നാട് കടത്തപ്പെട്ടവനായി പത്മോസിലാണ്. വിശദീകരിക്കുന്നില്ല. 2 കാരണത്താലാണ് നാട് കടത്തിയത്. 1:9 പെട്ടെന്ന് വായിച്ചു. ഇനി ചടികടാന്ന് വായിക്കണം. വെളിപ്പാട് 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. 2 കാര്യത്തിലാണ് നാട് കടത്തപ്പെട്ടത്. 1 ദൈവവചനം, 2 സാക്ഷ്യം. ഈ 2 കാര്യത്തിലാണ് നാട് കടത്ത്. ഇന്നും അങ്ങനെ. അല്ലാതെ അതിന് വാന്തി വെച്ച് നാട് വിട്ടതല്ല, അടിപിടി ഉണ്ടാക്കിച്ച് മുങ്ങിയതല്ല, ചിട്ടി നടത്തി പൊട്ടിയതല്ല, പാസ്പോർട്ടെല്ലാം നാട്ടുകാരനെ മേടിച്ച് വെച്ച് നാട്ടുകാരുടെ കാശും എല്ലാം അടിച്ചു മാറ്റി വെച്ച് മുങ്ങിയതല്ല. അങ്ങനെ മുങ്ങി ഒത്തിരി എണ്ണം പിന്നെ റവറൻ്റായിട്ട് വരുന്നുണ്ട്. ഉണ്ട്. നാട്ടുകാരെ കളിപ്പിച്ച് അവരുടെ കാശും എല്ലാം മേടിച്ച് പാസ്പോർട്ടും എല്ലാം മേടിച്ച് മുങ്ങി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ റവറൻ സോയാൻ നമ്മൾ ആ ടൈഗയുടെ വീതി കണ്ടപ്പോൾ നമ്മളോർത്ത് ഇവൻ വലിയ എല്ലാം മെനക്കേടാ. അടിപൊളി ഉണ്ടാക്കി വെച്ച് മുങ്ങി. പിന്നെ ദൈവം വിളിച്ചെന്നും പറഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞ്
ആട്ടെ ഒന്നും പറയുന്നില്ല. യോഹന്നാൻ അങ്ങനെ ആയതല്ല. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടു. ആ ദ്വീപിനെ പറ്റിയോ പശ്ചാത്തലം ഒന്നും വിസ്തരിക്കുന്നില്ല. കർത്താവിൻ്റെ മഹത്വം. പക്ഷേ അടുത്ത വാക്യം വായിച്ചേ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇങ്ങോട്ട് നോക്കിയേ, ഒറ്റക്കേ ഉള്ളു കേട്ടോ. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. നമുക്ക് ആത്മാവിൻ്റെ വിവശതയൊക്കെ വരണമെങ്കിൽ ഓർഗൻ വേണം, തബല വേണം, തമ്പേറ് വേണം, സൈഡ്രം വേണം, ഓളിയം നന്നായിട്ട് കൂട്ടണം, പിന്നെ ഏല ഇടാൻ ആൾക്കാർ ഇഷ്ടം പോലെ വേണം, ആടണം, പാടണം. പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു, ആടാൻ പാടാം ആരോമൽ ചേവകർ പണ്ട് അംഗം വെട്ടിയ കഥ. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പലർക്കും വിവശത വരുവുള്ളൂ. യോഹന്നാൻ ഡ്രമ്മില്ല, സൈഡ് ഡ്രമ്മില്ല, സിസ്റ്റമില്ല, മൈക്കില്ല, കൈത്താളം ഒന്നുമില്ല, കൂടെ ആരാധിക്കാൻ കൈയടിക്കാൻ ഒരുത്തനുമില്ല, ഒറ്റ ഒരുത്തനുമില്ല. പക്ഷേ കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി. ആത്മവിവശനായപ്പം ബോധം പോയെന്നുള്ളതല്ല, ബോധം വന്നെന്നുള്ളതാണ്. ഇന്ന് അനേകർ ആത്മവിശുദ്ധ മറിഞ്ഞ് കിടക്കുക, ഒരു ബോധവും ഇല്ലാതെ കിടക്കുക. ഒന്ന് നമ്മളേക്കൊന്ന് അവിടെ കിടക്കട്ടെ, പിന്നെ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യെ എഴുന്ന ആ വരവൊക്കെ ഒന്ന് കാണുക, മുടിയെല്ലാം അഴിഞ്ഞ്. ഞാൻ കണ്ടത് അവർ തള്ള പൊത്തോന്ന് വീണ് അവസാനം എഴുന്നേറ്റ് വന്ന മുടിയെല്ലാം അഴിഞ്ഞ്. അയ്യോ തള്ളയ്ക്ക് വയ്യ. പണ്ട് ഉമാകരണത്തിലാന്ന് ഒന്ന് ഉള്ളൂരെഴുതി, ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അഴിഞ്ഞവാർ പൂങ്കുടലൊന്ന് ഒതുക്കി. പഠിച്ചല്ലേ? ഉടൻ അതെന്തോ ശബ്ദം കേൾക്കുന്നു അവിടെ ഇട്ടാന്നോ? ഇടയ്ക്ക് വെറുതെ ഇരുന്നിട്ട് ഉടൻ മഹാദേവി കിടത്ത് കയ്യാൽ അടിഞ്ഞ വാർപൂങ്കുടൽ ഒന്ന് ഒതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കിയിട്ട് പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. മകൻ പരിക്കേറ്റ് മരിക്കലെന്ത് മഹാരഥൻ ശിക്ഷനെടുക്കലില്ലേ? പണ്ട് പഠിച്ചതാ എന്ന് പറഞ്ഞ പോലെ ആത്മവിശുദ്ധയാന്ന് പറഞ്ഞ് വീണേച്ച ആ വരവൊക്കെ ഒന്ന് കാണേണ്ടതാ. ബൈബിളും കണ്ടില്ല, കണ്ണാടിയും പോയി, വാച്ചിൻ്റെ എല്ലാം പോയി. ആ പോക്കൊക്കെ ഒന്ന് കാണും. ആട്ടെ ഒന്നും വിവരിക്കുന്നില്ല, എല്ലാം മട്ട് കേസാ. ഒത്തിരി ഉണ്ട്. ഇവിടെ യോഹന്നാൻ കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി. ബോധം പോയെന്നല്ല, ബോധം വന്നെന്നുള്ളതാ. ആത്മവിവശനായി. നീ കാണുന്നതിന് പുസ്തകത്തിൽ എഴുതി എപ്പസോസെ, സ്മുർന, പെർഗമോസെ, തുയത്തൈര, സർദീസെ, ഫിലദൽഫിയ, ലബോദിക്ക എന്ന സഭകൾക്ക് എഴുതുക എന്ന് കാഹളത്തിനൊരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ച കെട്ടി വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചകൻ വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ള കുതിര പുറത്തേറി വരും പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. അപ്പൊ 7 നക്ഷത്രം വലങ്കിൽ പിടിച്ചു വായിച്ച മോളെ 7 പൊൻനിലവിളക്കണ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അടുത്തത് അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. അത് വിവരിക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ
തേജസ്കരിക്കപ്പെട്ട യേശുവിനെ ദർശിക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ ഇന്ന് രാത്രി ഈ പന്തൽ വിട്ട് പോകുന്നതിന് മുമ്പ് യേശുവിനെ അനുഭവിച്ച് രുചിച്ച് കണ്ട് അവൻ മനസ്സിലാക്കി ഇവിടുന്ന് തിരിച്ചു പോകാം. എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും ഉന്നതൻ, എല്ലാവരേക്കാളും മഹിമയുള്ളവൻ, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. എബ്രായ ലേഖന കർത്താവ് പറയാ, ഇവൻ എത്ര മഹാനെന്ന് ഒന്ന് നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്, സൂക്ഷിച്ചു നോക്ക്. കാണാൻ കൊള്ളാവുന്നവനായ യേശു. വിവരിക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. അതിൽ സഭയോടുള്ള ബന്ധത്തിലാണ് ദൂതുകൾ പറയുന്നത്. ആദ്യത്തെ സഭ എഫെസോസ്, ഒടുവിലത്തെ സഭ ലവോദിക്ക സഭ, 7 സഭയ്ക്കുള്ള ദൂത്. ഈ സഭകളോടെല്ലാം പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ജയിക്കണം. എല്ലാ സഭയോടും പറയുന്നത് ജയിക്കണം, ജയിക്കുന്നവന്. അതിൻ്റെ കാരണം നമ്മുടെ കർത്താവും ജയിച്ചവന്. ജയിച്ച കർത്താവ് തന്നെ സേവിക്കുന്ന ജനത്തോട് പറയുക, നിങ്ങളും ജയിക്കണം. അതെന്തിനാ? 15-ാം അധ്യായം അടിക്കുമ്പോൾ ജയിച്ചവരെല്ലാം കൂടെ ആ വീണ പിടിച്ച് മീട്ടുന്നത്. ജയിച്ചവരാ. ആരോട് പറയാൻ? 15-ന്റെ 2 മോളെ വായിച്ചേ, 2-3. തീ കലർന്ന പളുങ്കു കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവര് ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. ജയിച്ചവരാ. കർത്താവ് ജയിച്ചല്ലോ. ആ 3-ാം അധ്യായം തന്നെ അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അടുത്ത പദം, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത്. അതുകൊണ്ടാണ് ജയിക്കാൻ പറയുന്നത്. യേശു ജയിച്ചവനാ. ഇവിടെ വന്ന സകല ആൾക്കാരും ഒടുവിൽ അവൻ പരാജയപ്പെട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവൻ ജയിച്ച് ജയാളിയായ ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ മോളെ. സമയം തോന്നി. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിലെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവാ ജയിച്ചവൻ. എല്ലാത്തിനെയും ജയിച്ചു. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച് ഒടുവിൽ മരണത്തെയും ജയിച്ചു. സ്തോത്രം. TPM-കാര് പാടുന്നൊരു പാട്ടിന്റെ വരിയുണ്ട്, പാടാൻ വയ്യ. ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, കൃപയിലെന്നും ആശ്രയി വരവിനായൊരുങ്ങിട, കൃപയിലെന്നും ആശ്രയിച്ച വരവിനായി ഒരുങ്ങിട, കർത്തനെ ശുചിക്രമം നിടും കാന്തയും ഒരുങ്ങിടും നിതാ, കർത്തനെ ശുചിക്രമം നിടും കാന്തയും ഒരുങ്ങിടും നിതാ. അപ്പൊ ശ്രദ്ധിക്കുക, ജയിക്കുക അതായത് ഇതിലെ പ്രധാന വിഷയം. അതെ, അധികം വിവരിക്കുന്നില്ല. ഓരോ സഭയോടും കർത്താവ് പറയാ ജയിക്കണം. വേറൊരു കാര്യവും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നു. 2 കാര്യം സഭയോട് പറയാ, ഞാൻ നിങ്ങളെ അറിയുന്നു. 2, നിങ്ങൾ ജയിക്കണം. അത് മുമ്പോട്ട് പോകുക, എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണം. അതുകൊണ്ട് ഈ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാ നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് പറയാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഈ സഭകളോട് ദൂത് പറയുമ്പോൾ ആ ദൂതിന് ഒരടിസ്ഥാന പ്രമാണമുണ്ട്. എല്ലാ സഭയോടും ദൂത് പറയുമ്പോൾ, 1, സഭകളോട് ദൂത് പറയുമ്പോൾ കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദനം അറിയിക്കും. 3, ആക്ഷേപം ഉണ്ടെങ്കിൽ ഉന്നയിക്കും. 4, നന്നായിട്ട് വിവേചിക്കും. 5, പ്രബോധനം അറിയിക്കും. 6, മുന്നറിയിപ്പ് കൊടുക്കും. 7, പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും പറയും. എല്ലാ സഭയോടും ദൂത് പറയുമ്പോൾ ഇതിന് ഈ പ്രമാണമുണ്ട്. അടിസ്ഥാന ദൂതൊക്കെ പറയുമ്പോൾ പ്രമാണമുണ്ട് കേട്ടോ. എല്ലാം വിവരിക്കുന്നില്ല. അപ്പോൾ 1, കർത്താവ് എല്ലാ സഭയ്ക്കും തന്നെ ഒന്ന് പരിചയപ്പെടുത്തും.
ആ പരിചയപ്പെടുത്തുന്നത് 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 19 വരെയുള്ള തിരുവെഴുത്തിനകത്തുള്ള കാര്യമാണ് ഓരോ സഭയ്ക്കും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇത് കാണിച്ചു കൊടുത്തത്. എല്ലാം വിവരിക്കുന്നില്ല. ഈ ലവോദിക്ക സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. 14-ാം വാക്യം വായിച്ചേ. 3:14. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. സെന്റൻസ് പൂർത്തീകരിച്ചൊന്ന് വായിച്ചേ ഒന്നുകൂടെ. ഈ ശ്വാസം മുട്ടലുള്ളവർ വായിക്കുന്നത് പോലെ വായിക്കാതെ സെന്റൻസ് പൂർത്തീകരിച്ചേ ഒന്നുകൂടെ. വിശ്വസ്തനും സത്യവാനുമായ, അങ്ങനെ നിർത്താൻ വിശ്വസ്തനും സത്യവാനും അങ്ങനെ ചേർത്ത് വായിക്കുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അങ്ങനെ വായിക്കണം. അപ്പൊ അറിയാൻ പാടില്ലായിട്ടല്ല, നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചേ നോക്കട്ടെ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പൊ ഈ സഭയോട് ദൂത് പറയുമ്പോൾ, അല്ലയോ ലവോദിക്ക സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരാന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അവിടെ ഒത്തിരി കാര്യം പറയാനുണ്ട്, ഒന്നും വിവരിക്കുന്നില്ല. ഞാൻ വിശ്വസ്തന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നമ്മളെ വിളിച്ച നമ്മുടെ ദൈവം വിശ്വസ്തന. നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. വാർദ്ധക്യം നരകമുള്ള കാലത്തോളം നിന്നെ ചുമക്കും. ദീനത്തിൽ ഇട്ടേ ചോടുകയില്ല, ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റി പിരിക്കും. അവിടുന്ന് പോകാൻ നേരത്ത് പറഞ്ഞതാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ 103-ാം സങ്കീർത്തനത്തിൽ വാഗ്ദത്തമാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 53-ൽ എഴുതിയിട്ടുണ്ട് യെശയ്യാവിൽ, അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്ന് പിരിക്കുക. അവൻ പൗലോസ് എടുത്ത് പറയുക, കർത്താവോ വിശ്വസ്തൻ. ഇവിടെ ആരും വിശ്വസ്തരല്ല. ഈ ഭൂമിയിലെ മനുഷ്യര് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ എല്ലാവരും അവിശ്വസ്തരാ. എന്നാൽ വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. യേശു ക്രിസ്തു വിശ്വസ്തന. ഭാര്യമാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ആന്നോ? സത്യം പറ. മിണ്ടുകയല്ല. എടാ, നീ വിളിച്ച കാര്യം അച്ഛൻ അറിയരുത് കേട്ടോ. കേട്ടില്ലായിരുന്നു തോന്നല്ലയോ? നീ വിളിച്ച കാര്യം അച്ചായൻ അതിൻ്റെ അപ്പുറത്തെ വിദ്വാനാ. മോളി നിർത്തിയാൽ അവൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നിർത്ത്. ഒരെണ്ണ ഇവിടെ വിശ്വസ്തരല്ല. എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. നമ്മളവർക്കും പ്രായമുള്ളവരിപ്പം ഭൂലോകം മനക്കാടാ മിക്കതും. നമ്മളവർക്കും പ്രായമാണ്. അപ്പച്ചൻ്റെ ഇല്ലേ ഒന്നും പറയാനില്ല, പോട്ടെ. എല്ലാം കണക്കാ. പിള്ളേരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. മാതാപിതാക്കളും എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഉപദേശിമാരെല്ലാവരും വിശ്വസ്തരാ? നല്ല ഏലായി. നിങ്ങൾ ദശാംശവും ചോത്രകാഴ്ചയൊക്കെ തരികയാണ്, ഞങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഗ്ലോറി പ്രൈസ് ദി ലോർഡ് ജീസസ് വിടുവിക്കണം ഞെട്ടുകയൊക്കെ ചെയ്യും ഇടയ്ക്ക്. അത് തന്നില്ലേ ഞങ്ങളുടെ തനിനിറവ് അറിയാം. അന്നേരം സങ്കീർത്തനമൊക്കെ എടുത്ത് അല്ലക്ക് നിൻ്റെ ഇടപാട് തീർത്താണ് വിടുന്നത്. ഇവിടെ ആരും വിശ്വസ്തരല്ല. പക്ഷെ ഒരു കാര്യം പറയാം, കർത്താവ് വിശ്വസ്തനാ. മനുഷ്യരാരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ എല്ലാവരും അവിശ്വസ്തരായി നിൽക്കുമ്പോൾ അവൻ വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മുടെ പാപത്തെ മോചിച്ച് നമ്മെ വീണ്ടെടുത്ത നസറായനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം, സ്തോത്രം. മോനെ മൈക്ക് ഓളിയം കുറഞ്ഞതുപോലെ എനിക്കങ്ങ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പർവ്വതമാംസമപ്രജനങ്ങളാലേ നിർവാഗമില്ലാതെ ഞാനലയുമ്പോൾ പർവ്വത സമമ പ്രജനങ്ങളാലേ നിർവാഗമില്ലാതെ ഞാനലയുമ്പോൾ നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനം
യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയൻ യേശുവൻ. അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്ക. നീ എന്തിനാ നീ എഴുന്നേറ്റ്? ഞാനിവിടുന്ന് എഴുന്നേറ്റില്ലല്ലോ, പിന്നെ നീ എന്തിനാ എഴുന്നേറ്റ്? അവരെ ഇപ്പൊ കാണിക്കണ്ട, എന്നെ കാണിച്ചാൽ മതി. യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയൻ. ചേർന്ന് പാട്, അറിയാവുന്നൊരു പാട്. യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ല. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ പാരിൽ പരദേശിയായി പാടുന്ന. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ പാരിൽ പരദേശിയായി പാടുന്ന. പാവനമാൻ ചട്ടമെന്റെ കീർത്തനങ്ങളാത്രേ നാൾതോറും അവകളെ ധ്യാനിക്കും ഞാൻ. യേശുവൻ പ്രിയൻ യേശുവൻ യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ ഇത് അടുക്കടുക്കായിട്ട് വരുന്നത് കൊണ്ട് ഏറെ സമയമെടുക്കും. അതുകൊണ്ട് എല്ലാം അങ്ങ് ലോപിക്കുക. ഓരോ അധ്യായത്തിലും ഓരോ സഭയ്ക്കും ദൂത് കൊടുക്കുമ്പോൾ കർത്താവ് തന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഈ ലവോദിക്ക സഭയ്ക്ക് പരിചയപ്പെടുത്തുക, ഞാൻ വിശ്വസ്തനാണ് കേട്ടോ. ആക്ഷേപവും പ്രബോധനവും മുന്നറിയിപ്പും ഒക്കെ ഇതിനകത്തുണ്ട്. എല്ലാം എടുക്കുന്നില്ല. ആക്ഷേപമുണ്ട്, നീ ശീതവാനുമല്ല, നീ ശരിക്കും ബന്ധിക്കോസാന്നോ അതുമല്ല, എന്നാ സമുദായമാണോ, നീ CSI ആന്നോ അതല്ല, ബന്ധിക്കോസാന്നോ അതല്ല, ലൂതറനാന്നോ അതുമല്ല, റോമനാന്നോ അതല്ല, സിറിയനാന്നോ ഏതാന്ന് നിനക്ക് ഇപ്പോൾ അറിയാൻ മേല. ചെല്ലുപടത്തില്ല, ഞാൻ എല്ലായിടത്തും ഉണ്ടെന്ന്. പിന്നെ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഒന്നെങ്കിൽ ശീതവാനായിരിക്കണം, ഇല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. ഇതേതാന്ന് നിനക്കും അറിയാൻ മേല. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അതൊക്കെ ഈ നന്നായിട്ട് വരെ ആക്ഷേപം. ശീതമല്ലുഷ്ണഭൂമല്ല അതിൻ ഗുണം ഏതെന്നും നിജവുമില്ല. ിയും നീ വാടിയ ജലം മഞ്ഞിൽ ജീവിതമിനിയും നീ പാടാമയ്യ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി വിശ്വസ്തന. രണ്ട് ആക്ഷേപം, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, വിവരിക്കുന്നില്ല. മൂന്ന് മുന്നറിയിപ്പ്, ഇങ്ങനെ നീ പോയാൽ നിന്നെ ഉമണ്ണുകളി. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇനിയും പോകുന്നില്ല. എടുത്ത വായിച്ച വാക്യം, ഞാൻ വാതിൽക്കൽ നിന്ന് വായിച്ചേ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, വാതിൽക്കൽ നിന്ന് കർത്താവ് മുട്ടുക. 1-ാം അധ്യായം പഠിക്കുമ്പോൾ സഭയുടെ നടുക്ക് കർത്താവ് ഉണ്ടായിരുന്നു. 7 നിലവിളക്കുകളുടെ വായിക്കുക. നമ്മുടെ കർത്താവായ അല്ലെന്ന് 13-ാം വാക്യം 1:13 തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സാദൃശ്യനായവനെ കണ്ടു. അപ്പൊ മനുഷ്യപുത്രനോട് സാദൃശ്യനായവനെ കണ്ടു. നിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്ക് എന്തുവാ? ആ 20-21 വാക്യം വായിച്ചേ. 1-ന്റെ ഒടുവിലത്തെ 2 വാക്യം.
എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിന്റെയും 7 പൊൻ നിലവിളക്കളുടെയും വിവരവും എഴുതുക. അടുത്തത് 7 നക്ഷത്രം 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. ശുശ്രൂഷകരെ കാണിക്കുന്നു. അടുത്തത് 7 നിലവിളക്ക് 7 നിലവിളക്ക് 7 സഭകൾ 7 സഭ. അപ്പം 7 നിലവിളക്ക് 7 സഭ. ആ നിലവിളക്കിന്റെ എവിടാ കർത്താവ്? മൈക്ക് കൂടെ പറ കൊച്ചേ. നടുവിൽ. നടുവിൽ. ഈ മൈക്കൊക്കെ തന്നെ അവിടെ ഇരുത്തിയേക്കുന്ന എന്തിനാ? അപ്പൊ 7 നിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്ക് 7 സഭ. അപ്പൊ കർത്താവ് സഭയുടെ നടുക്ക്. കിഴക്കല്ല. നമ്മൾ പറയല്ലേ ബേച്ചാ പ്രാർത്ഥിക്കുക, ഉടനെ നേരെ കിഴക്കോട്ട് നോക്കുക. ഇവിടെ പൊട്ടങ്കണാപ്പ കിഴക്കോട്ട് നോക്കുന്നത് സൂര്യാരാധനയാ. വെളിവില്ലെന്ന് ഒരെണ്ണത്തിന് വായിച്ച മോളെ. യഹസ്കേല് 8:14. പെട്ടെന്ന് വായിരേ. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിൽ കൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് മാറത്തടിച്ച് കരയുക. അടുത്ത വാക്യം 14. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിന്റെ പ്രവേശനത്തിൽ 16 വായിക്കും. 16. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് അവിടെ ഏതാണ്ട് 25 പേര്. വായിച്ചേ. യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ 25 എണ്ണം തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെ മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിൽക്കുക. കിഴക്കോട്ടും നോക്കി. അവർ കിഴക്കോട്ട് നോക്കി സൂര്യൻ നമസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൊട്ടങ്ങണാപ്പ കിഴക്കോട്ടുള്ളത് സൂര്യാരാധനയാ. ഒന്നുകൂടെ വായിച്ച മോളെ, കേട്ടില്ലെന്ന് തോന്നുന്നു. ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെ പിന്നെ മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. സൂര്യനെ കിഴക്കോട്ടുള്ള ആരാധന സൂര്യാരാധനയാ. നമ്മുടെ ആരാധന ദൈവാരാധനയാ. അതുകൊണ്ട് കർത്താവ് നമ്മുടെ നടുക്ക. നിങ്ങൾ പുസ്തകം മുഴുവൻ പഠിച്ചേ. വന്നതെല്ലാം നടുക്കല്ലേ. 2 കള്ളന്മാരുടെ നടുക്ക്. 12-ാമത്തെ ദിവസത്തിൽ വലിയ പള്ളി ചെന്നപ്പം ശാസ്ത്രിമാരുടെയൊക്കെ നടുക്ക്. മരിച്ചപ്പോഴും 2 കള്ളന്മാരുടെ നടുക്ക്. ആമേൻ. പ്രത്യക്ഷപ്പെട്ടപ്പോഴും മുറിച്ചടച്ചിട്ടപ്പോൾ അവരുടെ നടുക്ക്. എല്ലാം നടുക്ക. പുറപ്പാട് പുസ്തകം 25. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ വിശുദ്ധം വന്നില്ല. ഇവിടെ 7 പൊന്നിലവിളക്കുകളുടെ നടുക്ക്. ദൈവത്തിൻ്റെ എല്ലാം നടുക്ക. അപ്പൊ 1-ാം അധ്യായത്തിൽ നിലവിളക്കിന്റെ നടുവിലുണ്ട്. സഭയുടെ നടുക്കായ യേശു. 2-ാം അധ്യായം പഠിക്കുമ്പോൾ നടുക്ക് ചുമ്മാ ഇങ്ങനെ സ്റ്റാച്ചുവായിട്ട് നിൽക്കുകയല്ല. നടുക്കൂടെ നടക്കുക. 2-ന്റെ 1 വായിര്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനാ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്റ്റാച്ചു അല്ലെന്ന്, ജീവനുള്ളവനാ. സഭയുടെ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ 1-ാം അധ്യായത്തിൽ കർത്താവ് സഭയ്ക്ക് നടുവിലുണ്ടായിരുന്നു. 2-ാം അധ്യായം പറയുമ്പോൾ ഓരോ സഭയ്ക്കകത്തൂടെ കർത്താവ് നടന്ന് ലവോദിക്ക സഭയുടെ കാലം വന്നപ്പോൾ കർത്താവ് നടുക്കുമില്ല, നടുവിലുമില്ല, നടക്കുന്നുമില്ല. യേശു പുറത്താണ്. ദിവന്മാർ, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസിൽ എല്ലാം കൂടെ ഭയങ്കര ആരാധനയാണ്. യേശു അകത്തില്ല. യേശു വെളിയിൽ നിന്ന് മുട്ടുക, എന്നെയും കൂടെ അങ്ങോട്ട് കയറ്റാൻ. അപ്പോൾ സെക്രട്ടറി എന്ന് പറഞ്ഞ് വർഷിപ്പിൻ്റെ ടൈം ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. അവനറിയാൻ വലിയത് യേശുവാന്ന്. 2 MOC പോയപ്പോൾ പറഞ്ഞില്ലല്ലോ യേശുവാന്ന്. ഈ ടൈപ്പാണ് സഭയ്ക്കകത്ത്. ബ്രദർ എവിടെ നിന്നാണ് വരുന്നെന്ന് യേശു പറഞ്ഞ് എനിക്ക് അങ്ങോട്ടൊന്ന് കയറാം. യേശു വെളിയിൽ നിന്ന് ഇങ്ങനെ മുട്ടുക അകത്തോട്ടൊന്ന് കയറാൻ. ദൈവത്തിൻ്റെ മകത്ത് ഇന്നകത്ത് അതിനെ യേശു വെളിയിൽ നിന്ന് മുട്ടുന്നത്. യേശുവിൻ്റെ സഭയ്ക്കകത്തോട്ട് കയറാൻ മേലാത്ത രീതിയിലാണ് സഭയ്ക്കകത്ത് തമ്മിൽ ഒരെണ്ണം മിണ്ടുന്നില്ല. കുശുമ്പും കുന്നായ്മയായിട്ടിരിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, കേസ് കൊടുക്കുന്നു. കുടിക്കുന്നവനുണ്ട്, വലിക്കുന്നവനുണ്ട്, 7-ാം കൽപ്പന ലംഘിക്കുന്നവനുണ്ട്, ബ്ലേഡുകാരനുണ്ട്, വെട്ടിപ്പലിശ മേടിക്കുന്ന വലിയ ബ്ലേഡുകാരനൊക്കെ സഭ. അതുകൊണ്ട് കർത്താവ് ഇതിനകത്തോട്ട് അവന്മാരെല്ലാം ഓരോ കസാര പിടിച്ചങ്ങിരിക്കുക. ഒന്നും അറിയാൻ മേല പാവത്തങ്ങൾ. പച്ചപ്പരമാർത്ഥി എല്ലാം കൂടി ഇന്നിവിടെ കൂടിയല്ലോ. കർത്താവ് ഇതിനകത്തോട്ട് കയറാൻ മേലെന്ന്. ഇതിനകത്ത് ഏതെല്ലാം ടൈപ്പ് ആത്മാവില്ലാത്തവൻ, ഭാവിഷ്ഠാനക്കാരൻ, പ്രാകൃതൻ, ജഡീകൻ, ഇതെല്ലാം അകത്ത് കയറി.
ദൈവത്തിന് മഹത്വം. കുഴപ്പമില്ലല്ലോ. അയാലും ഇതായിട്ട് വെറുതെ ഇരിക്കുക എന്നാ പിന്നെ. അപ്പൊ യേശുക്രിസ്തു സഭയ്ക്കകത്തോട്ട് കയറാൻ പറ്റാത്ത നിലയിൽ ആ സഭയ്ക്കകത്ത് അതിനാ ഒത്തിരി കൊണ്ട് പറയാൻ. കള്ളയപ്പോസ്തലന്മാര് സഭയ്ക്കകത്ത് കയറി. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പം സഭ നിയന്ത്രിക്കുന്നു. യേശുവിനെ കൊണ്ട് കയറാൻ മേല. യഹൂദരല്ലാതിരിക്കുക യഹൂദന്മാരെന്ന് കളവായി പറയുന്നത്. ഇന്നാളെടുത്ത് പറഞ്ഞു ഇത് യഹൂദ രക്തമാണ്, അവന് വിവരക്കേടാ ഇത്. അപ്പൊ പുള്ളിക്കറിയാതെ ആരാ പറഞ്ഞെന്ന്. ഇത് യഹൂദ രക്തമാണ്. ഈ പൊട്ടനെയൊക്കെ എന്നാ ചെയ്യാം? അവനും പെന്തിക്കോസാ. യഹൂദരല്ലാതിരിക്കെ തങ്ങൾ യഹൂദന്മാരെന്ന് കളവായിട്ട് പറയുന്നവരാ കള്ളയപ്പോസ്തലന്മാര്. ഇസബേല്, നിക്കലോവിയ ഉപദേശക്കാര്, ബിലയാമിന്റെ ഉപദേശമുള്ള ഇതെല്ലാം അകത്തങ്ങ് കയറി. അകത്ത് കയറിയത് കൊണ്ട് ഇപ്പൊ യേശുവിനകത്ത് ഇരിക്കാൻ മേലെ. യേശു വെളിയിൽ നിന്ന് മുട്ടുക, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു, അകത്തോട്ട് കയറ്റാൻ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൽ നിന്ന് യേശു മുട്ടുക, യേശു മുട്ടുക. ഇന്ന് രാത്രി വാതിലൊന്ന് തുറക്കണം, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ഒന്ന് രണ്ട് കാര്യം പറയാം. വാതുക്കൽ എന്തൊക്കെ ഉണ്ട്? അതാ ഒന്ന്, വാതുക്കൽ പാപം കിടക്കുന്നു. ഉൽപ്പത്തി 4:7. പെട്ടെന്ന് വായിക്കണം. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം 4:7 4:7. നീ നന്മ ചെയ്യുന്നു എങ്കിൽ 4:7. നീ നന്മ ചെയ്യുന്നു എങ്കിൽ അതിനെ ആദ്യം വായിക്കാഞ്ഞത് നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അപ്പോൾ ഒന്ന്, വാതുക്കൽ പാപം കിടക്കുന്നു. നമ്മുടെ വിഷയം വാതുക്കൽ എന്തൊക്കെ ഉണ്ടെന്നാ. ഒന്ന്, വാതുക്കൽ പാപം കിടക്കുന്നു. ഇത് കയ്യനോട് പറയുകയാ. ഹാബേലും കയ്യനും ചരിത്രം അറിയാതുകൊണ്ട് വിവരിക്കുന്നില്ല. രണ്ടുപേരുടെ ആരാധനയ്ക്ക് പോയതാ. ഒരുത്തൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു, മറ്റവൻ്റെ ആരാധനയിൽ പ്രസാദിച്ചില്ല. ഒന്നും വിവരിക്കുന്നില്ല. അവന് കോപമുണ്ടായി, അസ്വസ്ഥതയുണ്ടായി, ആകെ പ്രശ്നമായി. അതുകൊണ്ട് അവനോട് പറയുകയാ, പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു. ഇന്ന് രാത്രി വാതുക്കൽ പാപം കിടക്കുക. ആ പാപത്തെ ഇന്ന് രാത്രി നീ ജയിക്കണം. ആ പാപം അനുസരണക്കേടാ പാപം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നവരുമാ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സകല മനുഷ്യനും പാപികളാണ്. എന്നാൽ ആ പാപത്തിൽ തുടരുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആ പാപത്തിന് പരിഹാരം വരുത്താനാ സ്വർഗമഹിമകൾ വെടിഞ്ഞ് നസറയനാകുന്ന യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്ന് പാപികളെ രക്ഷിപ്പാൻ. പാപികളെ രക്ഷിക്കുവാൻ യേശുവും ജീവിക്കുന്നു. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ അനുതാപത്തിൻ യേശുനാഥൻ ക്ഷമയാരുളും കരുണയുള്ള യേശുനാഥൻ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വാതുക്കൽ പാപം കിടക്കുക. ആ പാപത്തിൽ അടിമപ്പെട്ട് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. അതിന് ഒരേ ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം.
സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാക രക്തമാ. ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി നിന്റെ പാപത്തെ മോചിച്ച്, പാപത്തെ കഴുകി, നിന്റെ പാപത്തെ മാറ്റി നിന്നെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിൻ്റെ രക്തം. അതുകൊണ്ട് ഇന്ന് രാത്രി വാതിൽക്കൽ കിടക്കുന്ന പാപത്തെ ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് പാപത്തെ വിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രം രക്ഷകൻ. സ്തോത്രം, സ്തോത്രം. 2, വാതിൽക്കൽ എന്തുകൊണ്ട് എല്ലാ വാക്യങ്ങളും എടുത്ത് വായിപ്പിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. 2, നിങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5:7 ഒന്ന് വായിച്ചേ. പെട്ടെന്ന്. ഇസ്രായേൽ രാജാവ് എഴുത്തു വായിച്ചപ്പോൾ വസ്ത്രം കീറി, അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ. അവൻ ഇനി അതിന്റെ 9-ാം വാക്യം വായിക്കാം. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീശായുടെ വീട്ടുവാതിൽക്കൽ, ഇവിടെ നയമാൻ വാതിൽക്കൽ വന്ന് നിൽക്കുക. നമ്മുടെ വിഷയം വാതിൽക്കൽ എന്തുണ്ടെന്നുള്ളതാണ്. 1, വാതിൽക്കൽ പാപം കിടക്കുന്നു. ആ പാപത്തിൽ നിന്ന് നീ രക്ഷ നേടണം. വേറെ വാക്യങ്ങൾ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 12:13 അതിനോട് ചേർത്ത് വായിക്കേണ്ട വാക്യമാണ്. എങ്കിലും ഒന്ന് വായിച്ചു, അത് ചേർത്ത് വായിക്കുന്ന നല്ലത്. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ, നിങ്ങളുടെ പാർക്കുന്ന വീടുകളിന്മേൽ രക്തമടയാളമായിരിക്കണം. ഞാൻ രക്തം കാണുമ്പോൾ ഒഴിഞ്ഞു കടന്നു. അപ്പോൾ അവൻ വാതിൽക്കൽ സംഹാരകൻ വന്ന് നിൽക്കുക. ആ സംഹാരകൻ രക്ഷപ്പെടാൻ അവൻ വാതിൽക്കൽ രക്തം അടയാളമായിരിക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവൻ പാപമോചനം പ്രാപിക്കണം. 4:7, 12 പുറപ്പാട് 12 ചേർത്ത് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെടണം. അതാണ് അതിൻ്റെ പ്രമാണം. ചോരത്തളി കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി വാതിൽക്കൽ കിടക്കുന്ന പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി രക്ഷ കാണിക്കുന്നു. സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ദൈവത്തിന് മഹത്വം. അത് രക്ഷപ്പെട്ടേ ഒക്കുള്ളൂ. 2, വാതിൽക്കൽ എന്തുണ്ട്? അതാ ഇപ്പം വായിച്ചത്. വായിച്ച 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, 2 വീട്ടുവാതിൽക്കൽ നയമാൻ വന്ന് നിൽക്കുക. അയാളെ കോടിക്കണക്കിന് സ്വത്തുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കറിയാം, പുസ്തകം പഠിക്കുമ്പോൾ നയമാന് പരാക്രമശാലിയ. 5:1 വായിച്ചേ. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയാ. അങ്ങനൊക്കെ ഉണ്ട്. എങ്കിലും ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം ഇപ്പൊ എടുപ്പിക്കുന്നില്ല. പരാക്രമശാലി എങ്കിലും ഇവൻ കുഷ്ഠരോഗിയാ. കുഷ്ഠരോഗി ആകെ പരുവക്കേടാ. ഇവനോട് ആരും സഹകരിക്കത്തില്ല, ഇവനും സഹകരിക്കാൻ ഒക്കുകയില്ല. പാളയത്തിന് പുറത്താണ്, അശുദ്ധനെന്ന് പുലമ്പണം. ആകെ പരുവക്കേടാ. അത് പാപത്തെ കാണിക്കുന്നു, രോഗപീഠകളെ കാണിക്കുക. ദൈവത്തിന് മഹത്വം. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പം മിടുക്കനാ, പരാക്രമശാലി എങ്കിലും പരുവക്കേടാ. അപ്പോൾ ഇവർ പണ്ട് യുദ്ധത്തിന് പോയപ്പം ഒരു പെങ്കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്ന് അമ്മാമ്മയ്ക്ക് അടുക്കളപ്പണിക്ക്, നയമാൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ അവൾ ഈ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ഇയാൾ ഈ സോട്ടും കൂട്ടുമൊക്കെ ഇട്ടിട്ട് നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ പലതും ഉടുത്തൊരുങ്ങി വന്ന് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നാണ് നമുക്ക് തോന്നുമ്പോഴെല്ലാം പരുവക്കേടാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പം ഇവക്ക് മനസ്സിലായി അച്ചായം പരുവക്കേടാ, കുഷ്ഠമാണ്. അപ്പോൾ ഇവള് പെട്ടെന്ന് പറഞ്ഞു, കൊച്ചമ്മേ
ഞങ്ങളുടെ ശാമേരിയിലെ ഒരു ഉപദേശിയുണ്ട്. പുള്ളി നല്ല പ്രാർത്ഥിക്കുന്നയാളാണ്. അച്ഛാ ദൈവദാസൻ്റെ അടുക്കൽ നമുക്ക് അച്ചായനെ കൊണ്ടുവന്ന് ആക്കിയാൽ പൂർണ്ണ സൗഖ്യം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നയമാൻ വന്നപ്പോൾ ഈ തള്ള പറഞ്ഞു, അല്ലേ ഇവള് പറയുന്നു അവരുടെ പ്രാർത്ഥിക്കുന്നൊരു ഉപദേശമുണ്ട്, നിങ്ങൾ പോയാൽ സൗഖ്യമാകും. കേട്ട ബാധി കേൾക്കാത്ത ബാധി പുള്ളി. അപ്പം തള്ള പറഞ്ഞൊരു എഴുത്തൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. എഴുത്തൊക്കെ ആയിട്ട് അവിടെ കൊണ്ട് രാജാവിനെടുത്തപ്പോൾ അയാൾ തുണി അങ്ങ് കീറി, അയാൾക്ക് വെപ്രാളമായിപ്പോയി. ഇവൻ സൗഖ്യത്തിന് ഞാൻ തരാം. എന്തിനേറെ ഒടുവിൽ എലീശ ഇത് അറിഞ്ഞേച്ച് പറഞ്ഞു അവനെ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ നയമാൻ സമ്മാനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നു. വീട്ടുവാതൊക്കെ വന്ന് നിൽക്കുക. എന്തിനാണെന്നറിയാമോ? സൗഖ്യപ്പെടാൻ. അപ്പോൾ എലീശ പറഞ്ഞു സൗഖ്യം കിട്ടും, സൗഖ്യം തരും, ദൈവം തരും. പക്ഷെ ഒരു കണ്ടീഷൻ, നീ യോർദാനിലിറങ്ങി 7 പ്രാവശ്യം വായിച്ചേ മോളെ. അടുത്ത വാക്യം 10. നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം. അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് നീ ശുദ്ധനാകും എന്ന് പറഞ്ഞാൽ നീ വെള്ളത്തിലിറങ്ങണം. വെള്ളത്തിലിറങ്ങാതെ നിനക്ക് രക്ഷപ്പെടുകയില്ല. വെള്ളത്തിലിറങ്ങിയേ നീ ഇത്ര നാളും കരയ്ക്കൂടൊക്കെ അടിച്ച് പൊളിച്ച് നടന്നതാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി നീ വെള്ളത്തിലിറങ്ങണം. എന്തിനാ? നിന്റെ കുഷ്ഠം മാറാൻ. ഉടനെ നയമാൻ കുർത്തിച്ചു. കുർത്തിക്കുക മാത്രമല്ല, ആഴ്ചയിലത്ത് പറഞ്ഞേച്ച പോയത് താനിപ്പം ഇന്നലെ കുഴപ്പമില്ലായിരുന്നു, ഇന്ന് താനെ വയ്യെന്ന് പറഞ്ഞേച്ച് താൻ ഞങ്ങൾക്കിട്ട് വെക്കുക എന്നൊന്ന്. ഇതാ തൻ്റെ തൊഴിലല്ലയോ? എൻ്റെ തൊഴിൽ ഇതൊക്കെ തന്നെ, വേറെ എനിക്കൊരു തൊഴിലും ഇല്ല. ഇത് പറഞ്ഞേ നോക്കൂ. നയമാൻ കുർത്തിച്ചു. അയ്യോ ഞങ്ങളുടെ അവിടെ അബാനയും പർപ്പരും ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അവിടെ പോയി മുങ്ങരുതോ? ഈ കലക്കവെള്ളത്തിൽ മുങ്ങണോ? ഇങ്ങനൊക്കെ ഇവൻ കുർത്തിച്ച് ആവശ്യമില്ലാത്തെല്ലാം പറയുക. അവൻ വെളിവുള്ളൊരുത്തൻ ചെന്ന് പറഞ്ഞ തിരുമേനി ഈ മുങ്ങാനല്ലേ പറഞ്ഞോളൂ, അങ്ങ് മുങ്ങ്, വേറെ കഠിനമായ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്, മുങ്ങ്. എന്തായാലും കൊള്ളാം, പുള്ളിക്ക് വെളിവുണ്ടായി. എന്നാ മുങ്ങ. പുള്ളി മുങ്ങി. അറിയാമല്ലോ 7 പ്രാവശ്യം മുങ്ങി. 7ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോൾ അവൻ്റെ ദേഹം ഒരു ചെറിയ ബാലൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായി. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നീ മുങ്ങണം. മുങ്ങിയാൽ പ്രശ്നമെല്ലാം മാറുമെന്നല്ല പറഞ്ഞത്. ചില പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നീ മുങ്ങിയേ ഓക്കൂ. തളിച്ചെന്നാണ് നമ്മളെ എഴുതിയേക്കുന്നത്. നീ യോർദാനിലെ വെള്ളമെടുത്ത് മൊന്തക്കകത്തെടുത്ത് ഇച്ചിരി അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. കൊച്ചമ്മയെ തളിച്ചതല്ല, കുടഞ്ഞതല്ല, മെഴുക്കിയെടുത്തതല്ല. തൊട്ടിക്കകത്തോ തൊട്ടിക്കകത്തോ ബക്കറ്റിനകത്തോ അല്ലെ മൊന്തക്കകത്തോ ഗിണ്ടിക്കകത്തോ ഇച്ചിരി വെള്ളം എടുത്ത് കുടഞ്ഞ നല്ല എഴുതിയേക്കുന്നത് മുങ്ങി. ഒന്നുകൂടെ വായിച്ച് എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം വചനപ്രകാരം മുങ്ങണം. എങ്ങനെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ വചനപ്രകാരം മുങ്ങണം. അങ്ങനെ മുങ്ങിയാൽ നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. വാതുക്കൽ നയമാൻ വന്ന് നിൽക്കുക. എന്തിനാ? മുങ്ങാൻ. വാതുക്കൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആമേൻ സ്തോത്രം രക്ഷപ്പെടണം. 2 നീ മുങ്ങിയേ ഒക്കുള്ളൂ. വാതുക്കൽ നിൽക്കുക, മുങ്ങണം. 3 അതോട് പറഞ്ഞ് നിർത്താം. ദൈവത്തിൻ്റെ മഹത്വം. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-2 വായിച്ചേ. അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഞാൻ 25 പുരുഷന്മാരെ അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂര്യന്റെ മകൻ യയസനിയാവിനെയും ബെനോയാവിന്റെ മകൻ പെലത്യാവെയും കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു. വീടുകളെ പണിവാൻ സമയം അടുത്തിട്ടില്ല. ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നു എന്ന് അവർ പറയുന്നു.
അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്ക, മനുഷ്യപുത്ര പ്രവചിക്ക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യഹോവയുടെ ആത്മാവ്. ശ്രദ്ധിക്കുക, ഇതിനിടയ്ക്ക് അപ്പോസ്തല പ്രവൃത്തി 5:9 ഒന്ന് വായിച്ചു. അതോടെ പറഞ്ഞ ഈ ഭാഗത്തോട്ട് വരാം, അങ്ങനെ അതിന്റെ ഓർഡർ ആകുള്ളൂ. പത്രോസ് അവളോട് ഏതാ മോളെ? ഏതവളയിലും ആട്ടെന്നായിരിക്കും. പത്രോസ് അവളോട് പറ. പത്രോസ് അവളോട് അല്ല, അവൾ ഏതാന്ന് മൈക്കൂടെ പറ. അല്ല, അച്ഛൻ്റെ പേര് രണ്ടും നല്ല ഏറ്റ പുള്ളിക്കാരാ. അപ്പോൾ പത്രോസ് ഈ കൊച്ചമ്മയോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? ഇത്രയ്ക്കാണോ നിങ്ങൾ നിലം വിറ്റത് എന്ന് പറഞ്ഞു. പറക. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ രണ്ടും കൂടെ ഒത്തതെന്ത്? അടുത്ത പദം ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവന്റെ ഇതാ നിന്റെ ഭർത്താവിനെ അടക്കിയവരുടെ കാല് വാതിൽക്കൽ നിൽക്കുന്നു. അവർ നിന്നെയും മതി നിന്നെ അത് തന്നെ ചെയ്യുമെന്നായി പറഞ്ഞ എൻ്റെ അർത്ഥം. അവിടെ കർത്താവിൻ്റെ ആത്മാവിനെ നിങ്ങൾ പരീക്ഷിക്കരുത്. കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം, ദൈവാത്മാവിൽ നിറയപ്പെടണം. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചതല്ലേ? അതെ, പിന്നെന്തിനാ ഇതിങ്ങനെ പറയുന്നത്? കള്ളം പറയരുത്, ചതിവ് ചെയ്യരുത്, വഞ്ചിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അപ്പോൾ വാതിക്കൽ ആൾക്കാർ നിൽക്കുക, അടക്കാൻ നിൽക്കുക. എന്നാ? കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവൻ കള്ളത്തരം കാണിക്കരുത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വാതിക്കല് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവരെ നിൽക്കുക. ഇന്ന് രാത്രി ആത്മനിറവിനെ പ്രാപിക്കണം, ആത്മനിറവിനെ പ്രാപിക്കണം. 2-ാം അധ്യായത്തിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞെന്ന എല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ആത്മാവിനെ പ്രാപിച്ചവൻ ചതിവും വഞ്ചനയും കള്ളത്തരവും കാണിക്കരുത്. അതാ അവിടുത്തെ. അപ്പോൾ ഒന്ന്, വാതിക്കൽ പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് രക്ഷിതാവായ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുക്കണം. 2, വാതിക്കൽ നയമാനം കൂട്ടൽ നിൽക്കുക, അത് സ്നാനപ്പെടാനുള്ള ഒരുക്കമാണ്. 3, വാതിക്കൽ അടക്കാൻ നിൽക്കിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവൻ ആത്മനിറവിനെ പ്രാപിച്ച് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് നിൽക്കണം. 4, ഇനി യഹസ്കേൽ 11:1-2 വായിക്കാം. അപ്പോൾ ഒരു ഓർഡർ ആയിക്കോട്ടെ. അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി. പടിവാതിലിന്റെ പ്രവേശനത്തിങ്കൽ ഞാൻ 25 പുരുഷന്മാരെ, ഈ 25 മുമ്പേ കണ്ടതാന്നേ 8:16. 25 പുരുഷന്മാരെ അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂര്യന്റെ മകൻ അങ്ങോട്ട് നോക്കി വായിക്കോ, എന്നെ നോക്കാതെ. ആയിക്കോട്ടെ. ബെനായാവിന്റെ മകൻ പെലത്യാവെയും കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന ഇവർ ഈ നഗരത്തിൽ ചെയ്യുന്നതൊക്കെ നീ കണ്ടോ? ഇത് വേർപാടിനെ കാണിക്കുക. വേർപാട് എന്തുവാ? ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഈ യഹസ്കേൽ പ്രവചനം 8-ാം അധ്യായമൊക്കെ പഠിച്ചാൽ ഒരു വേർപാടുമില്ല. രഹസ്യാരെ അറയ്ക്കകത്ത് കൊണ്ട് പ്രതിഷ്ഠ നടത്തുന്നു, ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തൊടിവിക്കുന്നു, ശിലീഭാബന്ധനം കണ്ടിട്ടില്ലേ? കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുന്നു. 25 പുരുഷന്മാർ. അങ്ങനെ സ്ത്രീകളെല്ലാം കൂടെ തമ്മൂസ്, എൻ്റെ തമ്മൂസ്, അത് ഡിസംബർ 25 നക്ഷത്രമൊക്കെ തൂക്കി, കേക്കുമൊക്കെ മുറിച്ച്, ഈസ്റ്ററിന് അപ്പവും കറിയൊക്കെ വെച്ച് നല്ല പെരുക്കുക. ഒരു വേർപാടുമില്ല. ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഞാൻ വിവരിക്കുന്നില്ല. അതാ 11-ാം അധ്യായം. ദൈവത്തിൻ്റെ മഹത്വം. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്നങ്ങ് നിർത്താം. അപ്പം ഇത് കണക്കാകും.
സ്തോത്രം. വാതുക്കൽ എന്തൊക്കെയുണ്ട്? അതാ, ഒന്ന്, വാതുക്കൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വാതുക്കൽ നയമാനും കൂട്ടരും വന്ന് നിൽക്കുക. അത് സ്നാനപ്പെടാനുള്ള കാര്യമാണ്, സ്നാനപ്പെടണം. 3, വാതുക്കൽ അടയ്ക്കവൻ്റെ കാല് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആത്മനിറവിനെ പ്രാപിച്ച് നീ വിശ്വസ്തയോടും വിശുദ്ധിയോടും നിൽക്കണം. 4, വാതുക്ക കൊണ്ട് കാണിച്ച് ഇവർ ചെയ്യുന്ന നീതികേട് അത് വേർപാടിനെ കാണിക്കുന്നതാണ്. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. 5, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ച്. ഉത്തമഗീതം 5:2. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം എന്ന് പറഞ്ഞാൽ അധികം താമസിക്കാതെ യേശു വരാൻ പോവുക. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ 2ാമത് പ്രത്യക്ഷപ്പെടാൻ പോകുക. യേശു വാതുക്കൽ നിൽക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കൈവിടപ്പെട്ടു പോകരുത്. മാനസാന്തരപ്പെട്ട് പാപങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് തീർന്നില്ല, അഭിഷേകം പ്രാപിച്ച് തീർന്നില്ല, കർക്കശമായി വേർപാട് പാലിച്ച് വേഗം വരുന്ന കർത്താവിന് എതിരേൽക്കാൻ ഒരുങ്ങണം. ഒരു കുഞ്ഞുങ്ങൾ പോലും കൈവിടപ്പെട്ടു പോകരുത്. യേശു വീണ്ടും വരും. തെളിവ്, യേശു പറഞ്ഞേച്ചാ പോയത്, ഞാൻ തിരിച്ചു വരുമെന്ന്. 2, പോകാൻ നേരത്ത് 2 ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനെ കണ്ടതുപോലെ തിരിച്ചു വരും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു. ഉടനെ സഭ പറയുക, ആമേൻ കർത്താവായ യേശുവേ വരയണമേ. യേശു വീണ്ടും വരും. ആരും കൈവിടപ്പെട്ടു പോകരുത്. ആമൻ, ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ ദിവസങ്ങളിൽ ദൈവപ്രമാണം അനുസരിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നല്ല അവകാശം പ്രാപിക്കുവാൻ എന്നെ കേട്ട എല്ലാവർക്കും ദൈവം ഇടവരുത്തട്ടെ. ക്ഷണിച്ച കർത്തദാസന സഭയ്ക്ക് നന്ദി. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പഴയ പാട്ട് നമുക്കെല്ലാം കൂടെ കൈയടിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് വരാറായി. കർത്താവൂതൻ ഗംഭീര നാദത്തോടും പ്രധാന എന്തിയ പാട്ടുകാരൻ ആരുമില്ലേ? കർത്താവൂതൻ ഗംഭീര കൈയടിച്ച് ചേർന്ന് പ്രധാന ദൈവ ദൂതർശ